വായിച്ചേ, എല്ലാരും നോക്കി വായിച്ചേ. ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ അഥവാ എന്റെ വചനം ആത്മാവും ജീവനുമാണ്. ആത്മാവും ജീവനുമായ വചനം ശ്രവിക്കുവാനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോ ഒരു കാര്യം ഓർത്തുകൊള്ളണം. യെശയ്യാ പ്രവചനം 66 അധ്യായത്തിന്റെ 2-ാം തിരുവചനം എന്താ പറയുന്നത്? ഹൃദയത്തിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എന്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ സാക്ഷിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സാക്ഷിക്കുക, ദൈവം ചേർത്ത് പിടിക്കുക. കുഞ്ഞിനെ ഒരപ്പനും അമ്മയും ചേർത്ത് പിടിക്കുമ്പോ ആ കുഞ്ഞ് മോളെ സേഫ് അല്ലേ? വളരെ സേഫാ. അവൻ പിന്നെ മറ്റൊന്നിനും ഭയപ്പെടത്തില്ല. കാരണം എന്താ? അവന്റെ അപ്പന്റെ ചങ്കിലേക്ക് ചേർത്ത് അവൻ പിടിച്ചിരിക്കുന്നത്. കർത്താവ് പറയാണ്, നീ എന്റെ വചനം ശ്രവിക്കുമ്പോ മിനിമം നിനക്ക് ഈ 2 ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം. എന്തൊക്കെയാണ്? ആത്മാവിൽ എളിമയും അനുതാപവും. എന്നെ പോലെ എന്റെ വചനം കേൾക്കുമ്പോൾ നീ വിറയ്ക്കുകയും. എന്താ വിറ? എന്തൊരു വിറയത്? മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം, ആത്മാവും ജീവനുമായ ദൈവത്തിന്റെ വചനം അല്ലേ? ആ വചനം കേൾക്കുമ്പോൾ എന്റെ ഉള്ളിൽ അനുതാപമുണ്ടാകണം, പാപബോധമുണ്ടാകണം, പശ്ചാത്താപമുണ്ടാകണം, മാനസാന്തരമുണ്ടാകണം. അതിലൂടെ ഒരു പുതിയ സൃഷ്ടിയായി നമ്മൾ രൂപാന്തരപ്പെടണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ കൂടുതൽ നീട്ടുന്നില്ല, കാരണം നമുക്ക് ഇന്ന് കർത്താവ് അത്ഭുതകരമായ രീതിയിലാണ് ബ്രദറെ ഇവിടെ ഈ തിരക്കിനിടയ്ക്ക് കൊണ്ടുവന്നത് അല്ലേ? ബ്രദറിനെ അറിയാത്ത കാര്യങ്ങളുണ്ടോ ഇതിനകത്ത്? ഷെക്കീന ഉണ്ടോ? ചിലരുണ്ടല്ലോ അല്ലേ? നിങ്ങൾ ഷെക്കീന ടെലിവിഷനിൽ ശുശ്രൂഷ ചെയ്യുന്ന ബ്രദറാണ് ബ്രദർ ബിനോയ്. പാല രൂപതയില് ശുശ്രൂഷ ചെയ്യുന്ന മകനാണ്. ഷെക്കീന ടെലിവിഷനിൽ നിരന്തരം നിൽക്കണം. പിന്നെ തീ പിടിച്ചവർന്ന പ്രോഗ്രാം ചെയ്യുന്നത് ബ്രദറാണ്. അപ്പോൾ അങ്ങനെ ഔപചാരികമായിട്ടാണ് കടന്നു വന്നതെങ്കിൽ ദൈവത്തിന്റെ വലിയ പദ്ധതിയുടെ ഒരു ഭാഗമാണിത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം ദിവസങ്ങളില് വലിയ അനുഗ്രഹത്തിലൂടെ കർത്താവ് നമ്മളെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ദിവസങ്ങളില് കൂട്ടായ്മയിൽ മക്കൾ കണ്ണീരോടെ പ്രാർത്ഥിച്ചു. എത്രയോ വിടുതലുകളാണ് ഈ ദിവസങ്ങളിൽ. കർത്താവ്, ഞാൻ ജീവിക്കുന്ന ദൈവമാണ് മക്കളെ, എന്റെ വചനത്തിന് മാറ്റമില്ല മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് സ്ഥിരീകരിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന്റെ മാറ്റമില്ലാത്ത വചനം നമ്മൾ ശ്രവിക്കുവാനായിട്ട് ഒരുങ്ങിയാണ്. ഒരു നിമിഷം നമുക്ക് ബിനോയ് ബ്രദറെ പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിലേക്ക് സമർപ്പിക്കാം. എസ്പെഷ്യലി ആരോഗ്യ മാതാവ് വേളാങ്കണ്ണി അമ്മയുടെ. കാരണം നമ്മളേറെ ചേർത്ത് പിടിക്കുന്ന അമ്മയാണ്, നമ്മൾ ചേർത്ത് പിടിക്കുന്ന അമ്മയാണ് അല്ലേ? മുട്ടയിലൊക്കെ 1.5 കിലോമീറ്റർ മുട്ടയിലഴയുമ്പോ അല്ലേ, കാലൊക്കെ പൊട്ടി നമ്മൾ തളരുമ്പോ ആരാ നമ്മളെ സഹായിച്ച് ചേർത്ത് പിടിച്ച് കരം പിടിച്ച് മാതാക്കുളം വരെ എത്തിക്കുക? ആ അമ്മയുടെ സാന്നിധ്യം അതിവിടെ നിറഞ്ഞ് തന്നെ നിൽക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ അമ്മയുടെ വിവരണത്തിലേക്ക് ബ്രദറെ ഒരു നിമിഷം നമുക്ക് കണ്ണുകളെ അടച്ച് നമുക്കൊന്ന് സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, വചനത്തിന്റെ അമ്മേ, അമ്മേ മാതാവേ, വചനത്തെ ഹൃദയത്തിൽ ഉദരത്തിൽ ഏറ്റെടുത്ത അമ്മേ, ഈ നിമിഷം അമ്മ മാതാവേ ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു വന്നിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ബ്രദറെ സമർപ്പിക്കുകയാണ്. ഞാൻ ഈ ബ്രദറെ സമർപ്പിക്കുകയാണ്. അമ്മേ, നിന്റെ ശക്തമായ മാധ്യസ്ഥം കൂടെ ഇരിക്കണം. പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ ഉറങ്ങോട്ടപ്പെടണം. മകന്റെ നാവിനെ പരിശുദ്ധാത്മാവ് ഈ നിമിഷം അധികമായ ഈ വീടുകളിൽ കൂടി വരുന്ന കൂട്ടായ്മ വാസ്തവത്തിൽ ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ 8-ാമത്തെ അധ്യായത്തിൽ നമ്മളൊരു സംഭവം കാണുന്നുണ്ട്. കൊർന്നേലിയസ് എന്നു പേരുള്ള ഒരു വിജാതീയനായ ശതാധിപൻ, അദ്ദേഹത്തെക്കുറിച്ച് ബൈബിൾ സാക്ഷ്യപ്പെടുത്തുന്നത് എങ്ങനെയാണ്? ദൈവഭയമുള്ളവനും ഒത്തിരിയേറെ ദാനധർമ്മങ്ങൾ ചെയ്യുന്നവനും നീതിമാനുമായ ഒരു മനുഷ്യനെന്നാണ്. കൊർന്നേലിയസിനെ കുറിച്ച് ദൈവവചനം പറയുന്നത് എങ്ങനെയാണ്? ദൈവഭയമുള്ളവൻ, ദിവസം 5 നേരം
പ്രാർത്ഥിക്കുന്നവർ, ധാരാളം ദാനധർമ്മങ്ങൾ ചെയ്യുന്നവർ, എല്ലാവർക്കും സുസമ്മതം, ആ നാട്ടുകാർക്ക് മുഴുവൻ എല്ലാവർക്കും ഒരു എതിരഭിപ്രായവുമില്ലാത്ത അത്ര നല്ല മനുഷ്യൻ. അങ്ങനെയുള്ള കൊർന്നേലിയോസിന്റെ അടുക്കൽ ഒരിക്കൽ ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, കൊർന്നേലിയോസേ, നിന്റെ പ്രാർത്ഥനകളും നിന്റെ ദാനധർമ്മങ്ങളും ദൈവഭയത്തോടെയുള്ള നിന്റെ ജീവിതവുമൊക്കെ ദൈവസന്നിധിയിൽ നിന്നെ അനുസ്മരിപ്പിച്ചിരിക്കുന്നു. എന്നിട്ട് തുടർന്നൊരു കാര്യം കൂടെ പറഞ്ഞു, എന്നാൽ നിനക്കും നിന്റെ ഭവനത്തിന് മുഴുവനും രക്ഷ കിട്ടുന്നതിന് വേണ്ട കാര്യങ്ങൾ കേൾക്കുവാൻ നീ യോപ്പായിലേക്ക് ആളയച്ച് പത്രോസിനെ വരുത്തുക. നോക്ക്, എങ്ങനെയുള്ള ഒരാളോടാണ് ദൂതൻ ഈ പറയുന്നത്? വളരെ നീതിമാനായ, ഒത്തിരിയേറെ ദാനധർമ്മങ്ങൾ ചെയ്യുന്ന, ദിവസം 5 നേരം പ്രാർത്ഥിക്കുന്ന വളരെ നല്ല ഒരു മനുഷ്യനോട് ദൈവദൂതൻ പറയാണ്, നിന്റെ പ്രാർത്ഥനകളൊക്കെ നല്ല കാര്യമാണ്, ദാനധർമ്മങ്ങൾ അതിലും നല്ല കാര്യമാണ്, എല്ലാം നല്ല, അതൊക്കെ ദൈവസന്നിധിയിൽ നിന്നെ ഓർക്കാൻ കാരണമായിട്ടുണ്ട്. പക്ഷെ നിനക്ക് നിന്റെ കുടുംബത്തിനും രക്ഷ കിട്ടുവാൻ എന്ത് ചെയ്യണം? പത്രോസിനെ വിളിക്കാൻ പറഞ്ഞു. അവൻ വന്ന് നിനക്ക് നിന്റെ കുടുംബത്തിനും രക്ഷ കിട്ടുന്നതിന് വേണ്ട കാര്യങ്ങൾ പറയും. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര നല്ലവരായിട്ട് ജീവിച്ചാലും ദൈവവചനം കേൾക്കുന്നില്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ലെന്നാണ് അതിന്റെ അർത്ഥം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് മനുഷ്യരുടെ മുമ്പിൽ നല്ലവരാകാം, എന്നാൽ ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ നീതീകരിക്കപ്പെട്ടവരായി തീരുന്നത് ദൈവവചനത്തിലൂടെയാണ്. ഹല്ലേലൂയ. ഈ കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ പത്രോസ് വന്നിട്ട് യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തെയും പുനരുത്ഥാനത്തെയും ഒക്കെ ആസ്പദമാക്കി വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അപ്പോസ്തല പ്രവർത്തനം 10:44 പറയുകയാണ്, പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് വന്നു. കേട്ടുകൊണ്ടിരുന്ന സകലരുടെയും മേൽ. അവിടെ ശ്രദ്ധിക്കണേ, ഈ ഭവനത്തിൽ കൂടി വന്നിരിക്കുന്നവരിൽ ഈ കൊർന്നേലിയോസ് അടക്കമുള്ളവർ മഹാഭൂരിപക്ഷവും വിജാതീയരായിട്ടുള്ള ഒരു സമൂഹമാണ്. അവിടെ മാമോദിസ മുങ്ങിയവർ വിരലിലെണ്ണാൻ 1-2 പേരെ വല്ലതൊക്കെ കാണും, അത്രയേ ഉള്ളൂ. ബാക്കിയുള്ളവരെല്ലാം ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചവർ പോലുമല്ല, അവരാരും സ്ഥാനപ്പെട്ടവരല്ല. പക്ഷെ അങ്ങനെ ഉള്ളവരുടെ മേൽ പോലും പത്രോസ് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ, യേശുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. പ്രിയപ്പെട്ടവരെ, ഈ 2025 മുതലുള്ള ഒരു കാലഘട്ടം 2 തലങ്ങളിൽ വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. ഞാൻ ഈ അടുത്ത നാളിൽ ഒരു വാർത്തയിൽ വായിച്ചു, ഈ 2025 മുതൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ബീറ്റ ബേബിസിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളാണ് അത്ര. എന്ന് പറഞ്ഞാൽ തിന്മ നിറഞ്ഞ, പാപം നിറഞ്ഞ അങ്ങനെയുള്ള ഒരു കാലഘട്ടമാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത്. ജനിക്കുന്ന കുഞ്ഞുങ്ങൾ വരെ അമ്മയുടെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോണിൻ്റെ അതിൻ്റെ സകലവിധമായ എന്താ പറയുക, ഇതെല്ലാം സ്വീകരിച്ചിട്ടാണ് ഈ കുഞ്ഞ് പുറത്തോട്ട് വരുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഇനി ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് പ്രാർത്ഥിക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ മറുസൈഡിൽ മറ്റൊരു വലിയ നല്ല വാർത്തയുണ്ട്. ഈ 2025 മുതലുള്ള കാലഘട്ടം ഒരു വലിയ ഉണർവിൻ്റെ കാലഘട്ടമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിഞ്ഞുകൂടാ, ഇന്ത്യയിൽ, നമ്മുടെ രാജ്യത്ത് കേരളം ഒഴികെ കേരളത്തിന് പുറത്തോട്ട് എല്ലാ സംസ്ഥാനങ്ങളിലും വലിയ ആത്മീയ ഉണർവുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തമിഴ്നാട്ടില്, കർണാടകത്തില്, ആന്ധ്രയില്, തെലങ്കാനയില്, നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളില്, പഞ്ചാബില്, UP-യിൽ പോലും അവിടെ എല്ലാം വീടുകളിലൊക്കെ ധാരാളം ആൾക്കാർ കൂടി വരുന്നു. പ്രൈസ് ദി ലോർഡ്. ഓരോ വീടുകളിൽ വീടാന്തരം നൂറുകണക്കിന് ആയിരക്കണക്കിന് ആൾക്കാർ ഒരുമിച്ച് കൂടി വന്ന് പ്രാർത്ഥിച്ച് വലിയ അഭിഷേകം പ്രാപിക്കുകയാണ്. അവർ ഞായറാഴ്ച ദിവസം അവർ കൂട്ടായ്മ അങ്ങോട്ട് ആരംഭിക്കുമ്പോൾ കർത്താവ്
മേഘത്തിൽ ഇറങ്ങി വരികയാണ്. വലിയ ദൈവ സാന്നിധ്യം വന്നിട്ട് അവർക്ക് അവിടുന്ന് എഴുന്നേറ്റ് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ രാത്രി വരെ ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ നീണ്ടുപോവുകയാണെന്നാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അവിടെയൊക്കെ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ സംഭവിക്കുന്നു. ജനങ്ങൾ മനസ്സാന്തരപ്പെടുന്നു, യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലിയൊരു ആത്മീയ ഉണർവ്, വലിയൊരു ആത്മീയ ഉണർവ് അത് നമ്മുടെ രാജ്യത്ത് മാത്രമല്ല, ലോകം മുഴുവനിലും കർത്താവിൻ്റെ രണ്ടാം വരവിന് മുന്നോടിയായിട്ട് ഒരു വലിയ ഉണർവ് സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. പറയാം ഹല്ലേലൂയ. വാസ്തവത്തിൽ അതിനുവേണ്ടി എനിക്ക് തോന്നുന്നു സ്വർഗം ജനത്തെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആയിരിക്കാൻ നമുക്കും ഭാഗ്യം ലഭിച്ചിരിക്കുക. ആ ഒരു ഉണർവിന്റെ പങ്കാളികളായിട്ട് മാറുവാൻ, അതിൽ ഒരു പങ്ക് എടുക്കുവാനായിട്ട് ദൈവം നമ്മളെ വിളിച്ചിരിക്കുക. ഹല്ലേലൂയ. ആദിമ സഭയുടെ ചൈതന്യത്തിലേക്ക് മടങ്ങിപ്പോകുക എന്ന് തിരുസഭയുടെ ഒരു ആഹ്വാനം ഉണ്ടായിരുന്നു. ആദിമസഭയുടെ ചൈതന്യം എന്തായിരുന്നു വാസ്തവത്തിൽ? ഹല്ലേലൂയ. അവർ ഭവനങ്ങൾ തോറും ഒരുമിച്ച് കൂടുകയും, ഹല്ലേലൂയ, വീടുകളിൽ ഒരുമിച്ച് കൂടി അവർ ദൈവത്തെ ആരാധിച്ചു. ഹല്ലേലൂയ. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ എനിക്കൊരു വലിയ ദൈവ സാന്നിധ്യം അനുഭവപ്പെടുന്നുണ്ട്. ഈ ഭവനത്തിൽ ഒരുമിച്ച് കൂടി വരുന്ന ഈ കൂട്ടായ്മ, ഇതിനെ കർത്താവ് വളർത്താനായിട്ട് പോവുക. ഹല്ലേലൂയ. ആ കരങ്ങളെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ച് കർത്താവേ, എന്ന കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ പത്രോസ് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ കേട്ടുകൊണ്ടുവരുന്നവരുടെ മേൽ ഇറങ്ങി വന്ന അതേ പരിശുദ്ധാത്മാവ് ഈ സമൂഹത്തിന്റെ, ഈ ഭവനത്തിൽ കൂടി വന്നിരിക്കുന്നവരുടെ, ഈ ഭവനത്തിന്റെ അന്തരീക്ഷത്തിന്റെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യാപരിക്കട്ടെ. ഗ്ലോറി, 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 ഗ്ലോറി. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ വചനത്തിന്റെ ശക്തി ഈ ഭവനത്തിന്റെ മേൽ, ഇവിടെ കൂടി വന്നിരിക്കുന്ന ഓരോരുത്തരുടെ മേലും വ്യാപരിക്കട്ടെ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പരിശുദ്ധ കന്യാമറിയത്തോടും സകല വിശുദ്ധരോട് ചേർന്ന് നമുക്കൊരു നിമിഷം ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇരുന്നാട്ടെ. ഞാനൊരു 2-3 വചനങ്ങൾ വായിക്കും. എന്നിട്ട് ആ വചനങ്ങളിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. പൗലോസ്ലീഹ കൊരിന്ത്യയിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 3-ാം അധ്യായം, അതിൻ്റെ 16-17 വാക്യങ്ങൾ. 1-ാമത്തെ ലേഖനത്തിൽ തന്നെ 6-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം, വീണ്ടും 2 കൊരിന്ത്യർ 13-5, ഇങ്ങനെ 3 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു. എനിക്ക് സന്തോഷം തോന്നി. നിങ്ങളിൽ വന്നിരിക്കുന്നവരുടെ പലരുടെയും കയ്യിൽ ബൈബിള് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു നല്ല, പ്രത്യേകിച്ച് നമ്മുടെ കത്തോലിക്കരുടെ ഇടയിൽ ഇല്ലാത്ത ഒരു സ്വഭാവം നിങ്ങളുടെ ഇടയിൽ കണ്ടിരിക്കുന്നു. ഒത്തിരി സന്തോഷം. 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണ്, ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന്. വളരെ ശ്രദ്ധിച്ച് കേൾക്കണേ. നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ല. ദൈവത്തിന്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. ദൈവത്തിന്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. എന്തെന്നാൽ ദൈവത്തിന്റെ ആലയം, ആ ആലയം നിങ്ങൾ തന്നെ. സ്ലീഹ ആവർത്തിച്ചു പറയുന്ന ആ ആലയം, സംശയം വേണം, ആ ആലയം നിങ്ങൾ തന്നെയാണ്. ഇനി 6-19 നമ്മൾ ഒരു പക്ഷേ പല പ്രാവശ്യം നമ്മൾ വായിച്ചു കേൾക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഭാഗമാണ് ഇതൊക്കെ.
6:19 നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്കറിഞ്ഞു. നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവർ ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഇനി 2 കൊരിന്ത്യർ 13:5 2 കൊരിന്ത്യർ 13:5 നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയും നിങ്ങളെ തന്നെ പരീക്ഷിച്ചറിയുക. യേശു ക്രിസ്തു എവിടെയുണ്ടെന്ന് നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ? ഇല്ലെങ്കിൽ പരാജയപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണ്. നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. ആ ആലയം അത് നിങ്ങൾ തന്നെയാണ്. ദൈവത്തിൻ്റെ മന്ദിരം, ദൈവം വസിക്കുന്ന ഇടം, അത് നിങ്ങൾ തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. സംശയം ഉണ്ടോ ആർക്കെങ്കിലും? എല്ലാ സംശയം ഉണ്ടോ? എവിടെയാ ദൈവം ഇരിക്കുന്നത്? ഈ വചനത്തിൻ്റെയൊക്കെ വെളിച്ചത്തിൽ എവിടെയാ ദൈവം ഇരിക്കുന്നത്? ആണോ? അല്ല. അങ്ങനെ ഒരു കാര്യം ചോദിക്കട്ടെ, നമുക്ക് ദൈവം ഒന്ന് കേൾക്കുമ്പോൾ, ഈശോ ഒന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ചിന്ത ഇപ്പോഴല്ല, അല്ലാതെ പുറത്തൊക്കെ വെച്ച് ഈശോന്ന് കേൾക്കുമ്പോൾ, ദൈവം ഒന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ചിന്ത എങ്ങോട്ടാ പോകുന്നത്? എങ്ങോട്ടാ നമ്മുടെ ചിന്ത എങ്ങോട്ടാ പോകുന്നത്? നേരെ മുകളിലോട്ട് പോകും, അല്ലെങ്കിൽ ഏതെങ്കിലും ഭിത്തിയിലോട്ട് പോവോ? പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ആ ചിന്ത ഇങ്ങോട്ട് പോകുന്നുണ്ട്? കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ ഈശോ എവിടെയാന്ന് ചോദിച്ചാൽ അപ്പൊ അവര് ഭിത്തിയിലോട്ട്. ആ കുഞ്ഞുങ്ങളെ അങ്ങനെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്, വളരെ കുഞ്ഞുനാളി മുതലേ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് നമ്മുടെ ദൈവം ഭിത്തിയിലാണ്. അതുകൊണ്ടാണ് ചെറുപ്പം മുതലേ പിള്ളേർ ഭിത്തിയിലോട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. ഈശോപ്പ ഇവിടെ ഇരിക്കുന്നത്, ഇവിടെ ഉണ്ടെന്നൊന്ന് ചൂണ്ടിക്കാണിച്ചെന്ന് പഠിപ്പിച്ചു നോക്കിയേ. ഇവിടെ ഉണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലോകാവസാനത്തോളം ഞാൻ എവിടെ ഉണ്ടായിരിക്കുന്ന ഈശോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കേട്ടോ. ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്നാണ്. ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്. പുതിയ നിയമത്തിലെ വലിയൊരു മർമ്മം ഈശോ വെളിപ്പെടുത്തി കൊടുത്തത് ഒരു പാവപ്പെട്ട, നമ്മുടെ നാടൻ ഭാഷ പറയാൻ വെറും പോക്കടിച്ച ഒരു പെണ്ണിനാണ്. ആർക്കാന്നറിയോ? ശമരിയാക്കാരി സ്ത്രീക്ക്. സ്തോത്രം. ശമരിയാക്കാരി സ്ത്രീയോട് ഈശോ പറഞ്ഞു, ദൈവത്തെ ആരാധിക്കുന്നവർ എന്ത് ചെയ്യണം? എങ്ങനെ ആരാധിക്കണം? ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കണം എന്നിട്ട് പറഞ്ഞു, യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലുമാണ്. അപ്പൊ യഥാർത്ഥ ആരാധകർ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടെന്ന് അതിന്റെ അർത്ഥം, അല്ലേ? ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടെന്ന് അതിന്റെ അർത്ഥം. ഉടനെ ഈ ശമരിയാക്കാരി സ്ത്രീ ഒരു കാര്യം പറഞ്ഞു, അതായത് മിശിഹ വരുമ്പോ, ക്രിസ്തു വരുമ്പോ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പഠിപ്പിക്കും. സ്തോത്രം. അവൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു. അവള് ഈശോയോട് പറയുന്നുണ്ട്, നിങ്ങൾ യഹൂദന്മാര് പറയുന്നത് ജെറൂസലേം ദേവാലയമാണ് യഥാർത്ഥത്തിലുള്ള ആരാധനാ സ്ഥലം. പക്ഷെ ഞങ്ങള് വിജാതീയരായിട്ടുള്ളവർ, ഞങ്ങളുടെയൊക്കെ കാരണവന്മാർ, ഞങ്ങളുടെ പിതാക്കന്മാരെന്നാ പറഞ്ഞേക്കുന്നത് എവിടെയാണ് ആരാധനാ സ്ഥലം? മലയുടെ മുകളിലാണ്. പ്രൈസ് ദി ലോർഡ്. പിതാക്കന്മാര് പറഞ്ഞ മലമുകളിലാണ് ദൈവത്തിന്റെ സാന്നിധ്യമുള്ളത്. യഹൂദര് പറയുന്ന ജെറൂസലേം ദേവാലയത്തിലാണ്, സോളമൻ പണി കഴിപ്പിച്ച ജെറൂസലേം ദേവാലയത്തിലാണ് ദൈവം ഇരിക്കുന്നതെന്നാണ് പറയുന്നത്. ഈശോ അവളോട് പറഞ്ഞൊരു വാക്കുണ്ട്, സ്ത്രീയെ, ഈ മലയിലോ ജെറുസലേമിലോ നിങ്ങൾ പിതാവിനെ ആരാധിക്കാത്ത സമയം വരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുവരെയുള്ള ദൈവാരാധനയെ കുറിച്ചുള്ള സങ്കല്പങ്ങളെ കർത്താവ് പൊളിക്കുക. അതുവരെയുള്ള മനുഷ്യവർഗത്തിന്റെ മുഴുവൻ ദൈവാരാധനയുടെ കേന്ദ്രം എന്ന് പറയുന്നത് ഒന്നുകിൽ ഏതെങ്കിലും ഉയർന്ന സ്ഥലത്ത്, ഏതെങ്കിലും ഒരു മലയുടെ മുകളിൽ, അല്ലെങ്കിൽ യഹൂദനെ സംബന്ധിച്ച്
സംബന്ധിച്ചിടത്തോളം ഈ ആലയം വിട്ടിട്ടൊരു കളിയില്ല അവർക്ക്. Praise the Lord. ഈ ആലയം വിട്ടിട്ട് അവർക്ക് യാതൊരു ഏർപ്പാടുമില്ല. അതിനകത്താണ് വാഗ്ദാന പേടകത്തിനകത്താണ് ദൈവം വസിക്കുന്നത്. എന്നാൽ ആ ധാരണയെ കർത്താവ് പൊളിച്ചിട്ട് പറഞ്ഞു, മക്കളെ, നിങ്ങൾ ദൈവത്തെ ആരാധിക്കാൻ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കണം. Praise the Lord. ആത്മാവിൽ ആരാധിക്കുന്നവരായിട്ട് മാറണം. Praise the Lord. അങ്ങനെയുള്ള ആരാധകരെയാണ് ആരന്വേഷിക്കുന്നത്? പിതാവ് അന്വേഷിക്കുന്നത്. Praise the Lord. ഞാനിപ്പോ ഈ കൂട്ടായ്മയിൽ വന്നിട്ട് ഞാൻ നിങ്ങളിൽ ഒരാളെ അന്വേഷിക്കുക. എനിക്ക് അത്യാവശ്യം അല്പം നല്ല പരിചയമുള്ളത് ജോയ് ബ്രദറിനെ മാത്രമാണ്. ഞാനിവിടെ വന്നിട്ട് അന്വേഷിക്കുകയാണ്. ഞാൻ ജോയ് ബ്രദറിനെ ആയിരിക്കും അന്വേഷിക്കുക. ഈ കൂട്ടായ്മയിൽ ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നു ഞാൻ ജോയ് ബ്രദറിനെ അന്വേഷിക്കുക. എന്തുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ അന്വേഷിക്കുന്നത്? എനിക്കൊരു ബന്ധമുള്ളതുകൊണ്ടാണ്. സ്തോത്രം. ഹല്ലേലൂയ. പിതാവ് അന്വേഷിക്കുകയാണ്. ഒരു ആരാധനാ സമൂഹത്തിലേക്ക് നോക്കിയിട്ട് ദൈവത്തെ ആരാധിക്കുന്നവരിലേക്ക് നോക്കിയിട്ട് പിതാവ് അന്വേഷിക്കുക. അപ്പൊ പിതാവ് അന്വേഷിക്കുന്നവരുടെ പ്രത്യേകത എന്തായിരിക്കും? അവർക്ക് ദൈവവുമായിട്ടൊരു ബന്ധമുണ്ടായിരിക്കും. Praise the Lord. ഹല്ലേലൂയ. അങ്ങനെയുള്ള ആ ബന്ധമുള്ളവരെയാണ് യഥാർത്ഥ ആരാധകർ എന്നാണ് ഈശോ പറയുന്നത്. അപ്പൊ ഇതെല്ലാം കേട്ടപ്പോൾ അവൾ പറഞ്ഞു, ക്രിസ്തു വരുമ്പോ ഞങ്ങളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും. ഈശോ അവളോടൊരു കാര്യം പറഞ്ഞു, സ്ത്രീയെ, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ്. Praise the Lord. ഹല്ലേലൂയ. നിങ്ങളുടെ പിതാക്കന്മാർ കാത്തിരുന്ന പ്രവാചകന്മാർ വെളിപ്പെടുത്തിയ ആ ക്രിസ്തു അത് ഞാൻ തന്നെയാണ്. Praise the Lord. ഇത് കേട്ടപാടെ അവൾ കുടം വെച്ചിട്ട് അവൾ ഓടി. അവൾ സകലതും മറന്ന് അവൾ ഓടി. ഈശോയോട് ആവശ്യപ്പെട്ടത് നിങ്ങൾ ദൈവത്തെ ആത്മാവിൽ ആരാധിക്കണമെന്ന്. അവൾ പറഞ്ഞ ആത്മാവിൽ ആരാധിക്കുന്ന കാര്യത്തെ കുറിച്ചൊന്നും ഇപ്പൊ ഞങ്ങൾക്ക് പിടിപാടില്ല. പക്ഷേ ക്രിസ്തു വരുമ്പോ ഞങ്ങളെ ആത്മാവിൽ ആരാധിക്കാനോ എന്ത് വേണേലും ഞങ്ങളെ പഠിപ്പിക്കും. ഈശോ പറഞ്ഞു, അത് സാധ്യമാകണമെങ്കിൽ നീ ക്രിസ്തുവിനെ കണ്ടുമുട്ടണം. Praise the Lord. നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞാൽ, മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, ക്രിസ്തുവിനെ കണ്ടുമുട്ടിയവർക്ക് മാത്രമേ ദൈവത്തെ ആത്മാവിൽ ആരാധിക്കാൻ സാധിക്കുകയുള്ളൂ. Praise the Lord. അല്ലാത്തവരുടെ ആരാധന എന്ന് പറയുന്നത് അത് കേവലം ആചാരങ്ങളിൽ ഒതുങ്ങിപ്പോകുന്നു. Praise the Lord. ക്രിസ്തുവിനെ കണ്ടുമുട്ടിയിട്ടില്ലാത്തത് കൊണ്ടാണ് നമുക്ക് പള്ളിക്കകത്തൊരു ഭക്തി, പള്ളിക്ക് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ബലൂണിന്റെ കാറ്റ് കുത്തി വിട്ടതുപോലെ നമ്മുടെ സ്പിരിച്വാലിറ്റി അവിടെ കൊണ്ട് തീരുന്നു. ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നില്ല എങ്കിൽ ആ ക്രിസ്തു എവിടെയാണ് വസിക്കുന്നത്? അതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. ആ ക്രിസ്തു എവിടെയാണുള്ളത്? ആ ദൈവത്തെ കണ്ടുമുട്ടിയാൽ, പ്രൈസ് ദി ലോർഡ്, നമ്മളോട് കൂടെ ഇരിക്കുന്ന ദൈവത്തിന്റെ ആലയം തന്നെയായ നമ്മിൽ വസിക്കുന്ന ക്രിസ്തുവിനെ കണ്ടുമുട്ടി കഴിയുമ്പോഴാണ് ഹല്ലേലൂയ നമ്മുടെ ക്രൈസ്തവ വിശ്വാസം, അല്ലെങ്കിൽ മറ്റ് എല്ലാ മതങ്ങളെയും പോലെ ക്രൈസ്തവ ഇത് മറ്റൊരു മതം, അപ്പുറത്ത് വേറെ വലിയ വ്യത്യാസമൊന്നുമില്ല. മറ്റു വേറെ കാര്യമായ വ്യത്യാസം എന്താ ഉള്ളത്? അവർ നോയമ്പെടുക്കുന്നു, നമ്മൾ നോയമ്പെടുക്കുന്നു. അവർ പ്രാർത്ഥിക്കുന്നു, നമ്മൾ പ്രാർത്ഥിക്കുന്നു. അവർ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. അവർ തീർത്ഥാടന കേന്ദ്രങ്ങൾ, നമ്മൾ വേളാങ്കണ്ണിക്ക് പോകുമ്പോൾ അവർ തിരുപ്പതിക്ക് പോകുന്നു. തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ക്രൈസ്തവ വിശ്വാസത്തെ വേർതിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത്, നമ്മൾ ആരാധിക്കുന്ന ദൈവം ആകാശഗോളങ്ങൾക്കപ്പുറത്തുള്ള ഒരു സ്വർഗത്തിൽ ഇരിക്കുന്ന ഒരു ദൈവമല്ല, പിന്നെയോ ആ ദൈവം നമ്മോട് കൂടെ വസിക്കുവാൻ എമ്മാനുവേലായി തീർന്ന നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ദൈവത്തെ
ദൈവത്തെ ആരാധിക്കാൻ നമുക്ക് പ്രത്യേകിച്ചൊരു സമയമോ പ്രത്യേകിച്ചൊരു കാലമോ പ്രത്യേകിച്ചൊരു ദിവസമോ ആവശ്യമില്ല. നമ്മൾ 24 hours ആ ബന്ധത്തിലാണ്. കാരണം അവൻ നമ്മുടെ കൂടെ ഇരിക്കുക. സ്തോത്രം, ഹല്ലേലൂയ. ഈ കർത്താവിനെ കണ്ടുമുട്ടിയിട്ടില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദൈവത്തെ ആരാധിക്കണമെങ്കിൽ ഏതെങ്കിലും ദിവസം വരണം. ഞായറാഴ്ച വരണം, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക കാലങ്ങളിൽ പ്രത്യേക സ്ഥലങ്ങളിൽ. കർത്താവിനെ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ കർത്താവിനെ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ നമുക്കങ്ങനെ സമയവും കാലവും സ്ഥലവും ഒന്നും ഒരു വിഷയമല്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ 2 ആഴ്ച മുമ്പ്, 2 ആഴ്ച ആയില്ല, ഞാൻ തമിഴ്നാട് വരെ പോയി. വെല്ലൂര് എൻ്റെ ഒരു സ്നേഹിതൻ്റെ മകൻ അവിടെ ഈ വെല്ലൂര് ഹോസ്പിറ്റലിൽ ബ്ലഡ് ക്യാൻസറായിട്ട് അവിടെ ട്രീറ്റ്മെൻറ്റിലാണ്. അപ്പോൾ ഞാൻ അവനെ കാണാനും പ്രാർത്ഥിക്കാനും ഒക്കെ ആയിട്ട് പോയത്. തിരിച്ചു പോരുമ്പോൾ എനിക്ക് പെട്ടെന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് പറ്റിയില്ല. ഞങ്ങൾ അവിടെ വന്ന് ഞാൻ ബസ്സിൽ കയറാൻ വന്നത് സീറ്റ് മുഴുവൻ ഫുള്ളാണ്, എല്ലാ സീറ്റും ഫുള്ളാണ്. അപ്പോൾ ഞാനത് അവിടുത്തെ കണ്ടക്ടറോട് ഡ്രൈവറോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു സേലം വരെ ഒരു സീറ്റ് പോലും ഒഴിവില്ല. സേലം വരെ എത്തണമെങ്കിൽ കൃത്യം 5 മണിക്കൂർ എടുക്കും. അത്രയും സമയം നിൽക്കാവുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് പോകേണ്ട അത്യാവശ്യമുള്ളതുകൊണ്ട്, അടുത്ത വർഷം ശുശ്രൂഷയുള്ളതുകൊണ്ട് എനിക്ക് പോയേ പറ്റുള്ളൂ. അപ്പം ഞാൻ നിന്നോളൂ, അത് വിഷയമുള്ളൊരു കാര്യമല്ല. അപ്പോൾ ഞാൻ അങ്ങനെ ബസ്സിൽ കയറി. ഞാൻ ഒറ്റ ഒരാൾ മാത്രം നിൽക്കുന്നത്. അപ്പം നല്ല റോഡാണ്, നല്ല തമിഴ്നാട്ടിലെ നല്ല റോഡായതുകൊണ്ട് വണ്ടി ഇങ്ങനെ നല്ല സ്പീഡിൽ പോകുമ്പോൾ ഒരു കുലുക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് സ്റ്റാൻഡിങ്ങിൽ കൈ ഒന്നും പിടിക്കുക പോലും ചെയ്യാതെ നമുക്ക് നിൽക്കാം. വണ്ടി അങ്ങോട്ട് എടുത്ത് ഒരു അല്പസമയം കഴിഞ്ഞപ്പോൾ ഞാൻ രാത്രിയില്ല മൊബൈൽ ഫോൺ എടുത്തിട്ട് ഞാൻ അതില്ല യൂട്യൂബ് ഒന്ന് സ്ക്രോൾ ചെയ്ത് 1-2 പ്രസംഗമോ ഒരു പാട്ടോ എല്ലാം ഒന്ന് കേൾക്കാമെന്ന് വിചാരിച്ചു. ഞാൻ നോക്കിയപ്പോൾ പെട്ടെന്നൊരു പാട്ട് വന്നു. ആ പാട്ട് ഇതായിരുന്നു: യേശുവിൻ്റെ പിന്നാലെ പോകുവാൻ എന്നെ ആത്മാവിൽ തീരുമാനം ചെയ്തു ഞാൻ പിന്നിലേക്കില്ല പോകും. വളരെ പ്രസിദ്ധമായ, വളരെ ലോകപ്രസിദ്ധമായ ഗാനം. അത് ഞാൻ ഈ എയർപോർട്ടൊക്കെ വെച്ച്, അപ്പോൾ അടുത്തിരിക്കുന്നവർക്ക് ശല്യമാണ്ടല്ലോ എന്ന് എഴുതിയിട്ട് ആ എയർപോർട്ടൊക്കെ വെച്ച് ഞാൻ ആ പാട്ടൊന്ന് കേട്ടു. 2ാമത് വീണ്ടും കേട്ടു, 3ാമത് കേട്ടു, 4ാമത് കേട്ടു. പലതവണ ഞാൻ ആവർത്തിച്ച് കേൾക്കുക. ഞാൻ ആ ബസ്സിൽ നിന്നുകൊണ്ട് കരയാൻ തുടങ്ങി. എനിക്ക് മനസ്സിലായി വലിയൊരു ദൈവ സാന്നിധ്യം എൻ്റെ പേരിറങ്ങി വരിക. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, 5 മണിക്കൂർ ദൂരം, 5 മണിക്കൂർ സമയം, 5 മിനിറ്റ് കടന്നു പോയതുപോലെ പോലും ഞാൻ അറിഞ്ഞില്ല എന്നുള്ളതാണ്. 5 മിനിറ്റ് കടന്നു പോയതുപോലെ ഞാൻ അറിഞ്ഞില്ല. യാതൊരു ക്ഷീണവുമില്ല, പ്രയാസമില്ല, ഒറ്റ ബുദ്ധിമുട്ടും ഇല്ലാതെ സേലത്ത് വന്ന് കഴിഞ്ഞപ്പോഴാണ്, രാത്രി 12 മണിക്ക് സേലത്ത് വന്നപ്പോഴാണ് എനിക്ക് ഇരിക്കാനൊരു സീറ്റ് കിട്ടുന്നത്. ഞാൻ പോയിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആ ഒരു 5 മണിക്കൂർ നേരം ആത്മാവിൻ്റെ ഒരു വലിയ സാന്നിധ്യത്തിൽ, പ്രൈസ് ദി ലോർഡ്, പറയാം ഹല്ലേലൂയ. ഒക്കെ സമയം നട്ടപ്പാതിരിയാണ്. എനിക്കത് പകൽ ഞങ്ങളന്ന് ഇവിടെ സെൻറ് തോമസ് മൗണ്ട് വരെ പോയത്, ചെന്നൈയിൽ. അവിടെയൊക്കെ പോയി കുറേ യാത്രയുണ്ടായിരുന്നു. ആ ദിവസങ്ങളിലൊക്കെ നല്ലപോലെ അലച്ചിലുണ്ടായിരുന്നു. പക്ഷെ ആ ക്ഷീണം ഒന്നും എനിക്കൊരു പ്രശ്നമായില്ല, ഒന്നും പ്രശ്നമായില്ല. ഈ 5 മണിക്കൂർ ബസ്സിൽ നിന്ന നിപ്പിൽ നിന്ന് കർത്താവിനെ ആരാധിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദൈവം നമ്മുടെ കൂടെ ഇരിക്കുന്നു എന്നുള്ള ആ വെളിപ്പാട് നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ, സ്തോത്രം, ആ വെളിപ്പാട് നമ്മുടെ ഉള്ളിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ 24 hours ഈ കണക്ഷനിലായി തീരും. ഹല്ലേലൂയ. ഇപ്പോൾ നമ്മൾ സഹോദരിമാരും അടുക്കളയിൽ കറിക്ക് അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ തുണി അലക്കിക്കൊണ്ടിരിക്കുമ്പോൾ, എന്ത് ജോലി ചെയ്താലും, സ്തോത്രം, ഹല്ലേലൂയ, ഇതുപോലെയുള്ള കൂട്ടായ്മയ്ക്ക് വരുമ്പോൾ മാത്രമല്ല, പള്ളിയിൽ പോകുമ്പോൾ, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ മാത്രമല്ല, നമ്മൾ 24 മണിക്കൂറിലും നമ്മൾ ഓൺലൈൻ കണക്ഷനിലാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വാസ്തവത്തിൽ ഈ ഒരു വെളിപ്പാട് എൻ്റെ ഉള്ളിൽ വന്നപ്പോഴാണ്, അതിനുശേഷമാണ് പരിശുദ്ധ കുർബാനയിൽ ഇരിക്കുന്ന ദൈവ സാന്നിധ്യത്തെ കുറിച്ച് എനിക്ക് കൂടുതലായിട്ട്, സ്തോത്രം, കാരണം എന്താ, ഇതെന്റെ ശരീരമാകുന്നു എന്ന് ഈശോ പറഞ്ഞ ഈ ഒരപ്പം എടുത്തിട്ട് ഈശോ പറഞ്ഞു, ഇതെന്റെ ശരീരമാകുന്നു. ഈ അപ്പം യേശു തന്നെയാണ്, ഇത് യേശുവിന്റെ ശരീരമാണെന്നുള്ള ആ സത്യത്തെ, മറ്റേ അതിനു മുമ്പ് വരെയുണ്ടല്ലോ ഭയമൊക്കെ ഉണ്ട്. കാരണം അത് മാതാപിതാക്കളിലൂടെയൊക്കെ നമുക്ക് കിട്ടിയ അറിവാണ്.
മക്കളെ ഈശോ ദിവ്യകാരണത്തെ കാണിച്ചു തന്നിട്ട് നമ്മുടെ അപ്പനമ്മമാര് നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, മക്കളെ ഈശോ ആണ് കേട്ടോ. അപ്പൊ അന്ന് മുതൽ നമ്മുടെ ഉള്ളിൽ കയറിക്കൂടിയ ഒരു അറിവുണ്ട് അത് ഈശോ ആണെന്നുള്ളത്. അപ്പൊ നമ്മളവിടെ മുന്നേ പോയി കുമ്പിടുന്നു, പ്രാർത്ഥിക്കുന്നു, ഓക്കെ. അത് കഴിഞ്ഞ് പള്ളി കഴിഞ്ഞ് ഇറങ്ങുന്നു, ആ സംഭവം വിടുന്നു. എന്നാൽ ഈ ഒരു വെളിപാട് കിട്ടിക്കഴിഞ്ഞപ്പോൾ സ്വന്തം ആരാധനയുടെ മുമ്പിൽ, പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ മണിക്കൂറുകൾ ഇരിക്കുന്നത് അതൊരു ആനന്ദമായിട്ട് മാറി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ അപ്പത്തിൽ മാത്രമല്ല, സകല മനുഷ്യരിലും. അതാണ് ഏറ്റവും വലിയൊരു വെളിപ്പാട്. എൻ്റെ ഉള്ളിലൊളിക്കുന്ന ഈ കർത്താവ് എൻ്റെ എന്തെങ്കിലും യോഗ്യത കൊണ്ടാണോ, എൻ്റെ മിടുക്ക് കൊണ്ടാണോ? അല്ല. അങ്ങനെയെങ്കിൽ എന്നേക്കാൾ ശ്രേഷ്ഠരായവര്, എന്നേക്കാൾ എന്തുകൊണ്ട് ഒത്തിരി നന്മയുള്ളവര് സകലരിലും എല്ലാവരിലും ആര് വസിക്കുന്നു? പ്രൈസ് ദി ലോർഡ്. മറ്റു മനുഷ്യരെ ആദരവോടെ കാണുവാൻ, മറ്റു മനുഷ്യരെ നിർലോഭമായിട്ട് സ്നേഹിക്കാൻ, ഒരു വ്യവസ്ഥയും ഇല്ലാതെ സ്നേഹിക്കുവാൻ എൻ്റെ ഉള്ളിൽ ഈശോ എന്നുള്ള വെളിപ്പാട് നമ്മെ സഹായിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ വെളിപ്പാട് കിട്ടിക്കഴിഞ്ഞാൽ, പണ്ട് കവി പാടി, മണ്ണിലും പിണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവമിരിക്കുന്നു, അവൻ കരുണാമയനായി കാവൽ വിളക്കായി കരളിലിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മണ്ണിലും മിണ്ണിലും തൂണിലും തുരുമ്പിലും ഇരിക്കുന്ന ആ സർവവ്യാപിയായ ദൈവം അവൻ കരുണാമയനായി എവിടെ ഇരിക്കുന്നു? നമ്മുടെ ഉള്ളിലിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അവർക്ക് പറയും ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറപ്പായി വിശ്വസിക്കുന്നു, അന്ത്യകാലത്തിന്റെ ഉണർവ് ഈ വെളിപ്പാട് ലഭിച്ചവരിലൂടെയായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നിലൂടെ ക്രിസ്തു വെളിപ്പെടണം. നിന്നെ കാണുന്നവൻ ആരെ കാണണം? ക്രിസ്തുവിനെ കാണണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാണുന്നവൻ ക്രിസ്തുവിനെ കാണണം. നല്ല സമരിയായന്റെ ഒരു ഉപമ കർത്താവ് പറഞ്ഞു. ആ നല്ല സമരിയക്കാരൻ ഈ മുറിവേറ്റ് കിടന്നവനെ, അവനെ മടിയിലെടുത്ത് കിടത്തി അവന്റെ മുറിവുകളിൽ എണ്ണയും വീഞ്ഞു ഒഴിച്ചു. അത് കഴിഞ്ഞ് അവനെ കഴുതപ്പുറത്ത് കയറ്റി സത്രത്തിൽ കൊണ്ട് ചെന്നാക്കി. അത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ദൈവവിശ്വാസമൊന്നും വേണമെന്നൊന്നുമില്ല. വേണോ? മനുഷ്യപ്പറ്റുണ്ടായാൽ മതി. മനുഷ്യത്വം ഉണ്ടായാൽ ചെയ്യുന്ന കാര്യങ്ങൾ അതൊക്കെ ആണോ? പ്രൈസ് ദി ലോർഡ്. അതിന് ക്രിസ്ത്യാനി ആണോന്നൊന്നുമില്ല. ദൈവവിശ്വാസം ഇല്ലാത്തവർക്കും ഇതൊക്കെ ചെയ്യാൻ പറ്റും. പാവങ്ങളെ സഹായിക്കാൻ പറ്റും, ഒക്കെ ചെയ്യാം. സോഷ്യൽ വർക്കുകളൊക്കെ ആർക്കും ചെയ്യാം. കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യുന്നില്ലേ? അവരുണ്ട്, അവർ നല്ലപോലെ ചെയ്യുന്നുണ്ട്. എന്നാൽ സമരിയാക്കാരൻ പോകാൻ നേരത്ത് ഒരു കാര്യം പറയാം, ഇവന്റെ കാര്യം നോക്കിക്കൊള്ളണം. കയ്യിലുണ്ടായിരുന്ന 2 ധനാറ എടുത്ത് കൊടുത്തു. അപ്പൊ പോകൽ കാലിയായി 2 ധനാറ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഞാൻ തിരിച്ചു വരുമ്പോ കൂടുതൽ എന്തെങ്കിലും ചെലവായാൽ കൂടുതൽ അത് തിരിച്ചു വരുമ്പോ തന്നുകൊള്ളാം. ആ ഒരു നിലവാരത്തിലോട്ട് കയറാൻ ആർക്കാ കഴിയുന്നത്? അതൊരു സമരിയാക്കാരൻ. ആ സമരിയാക്കാരൻ ആരാ? അവൻ ക്രിസ്തുവാണ്. ആ ക്രിസ്തു എവിടെയാ? എന്റെ ഉള്ളിൽ ക്രിസ്തു വെളിപ്പെടുമ്പോഴാണ് ഞാൻ പോയിട്ട് വരുമ്പോൾ ഹല്ലേലൂയ കയ്യിലുള്ളത് എടുത്ത് കൊടുത്തു. കയ്യിലുള്ളത് എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, കൂടുതൽ എന്തെങ്കിലും ചെയ്യാൻ വേണമെങ്കിൽ അതുവരെ, ഈ കയ്യിലുള്ളത് കൊടുത്തത് വരെ, അതൊക്കെ മനുഷ്യത്വമുള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. എന്നാൽ അതിനും അപ്പുറത്ത് കൂടുതൽ എന്തെങ്കിലും ചെയ്ത് അത് ഞാൻ തിരിച്ചു വരുമ്പോ തന്നുകൊള്ളാം എന്ന് പറയുന്ന ഒരു നിലവാരത്തിലേക്ക് കയറണമെങ്കിൽ അവൻ ക്രിസ്തുവിനെ കണ്ടുമുട്ടണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
വാസ്തവം നിങ്ങൾ തെറ്റിദ്ധരിക്കുക. ഞാൻ ഒറ്റയൊരു സംഭവം പറയാം കേട്ടോ. ഇതൊരു സെൽഫ് ബൂമിങ് ആണെന്നൊന്നും നിങ്ങൾ അങ്ങനെ വിചാരിച്ചേക്കരുത്. സാറ് പറയുന്നതല്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ക്രിസ്തുവിനെ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ ക്രിസ്തു ചെയ്ത പ്രവൃത്തികൾ നമ്മൾ ചെയ്യാത്തതാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഒരിക്കൽ ഒരു ദൈവദാസനെ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ, എടത്തുവ പള്ളിയിലൊന്ന് പോയി പ്രാർത്ഥിക്കാനായിട്ട് കർത്താവ് പറയുന്നത് പറഞ്ഞു. അന്ന് ഞാൻ തിരുവല്ല എന്ന പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. എനിക്ക് സ്കൂട്ടറിൽ പോകാനുള്ള ദൂരമുണ്ട്. ഞാൻ എൻ്റെ ടൂ വീലറൊക്കെ എടുത്ത് അവിടെ ചെന്ന് ഞാൻ നോക്കിയപ്പോൾ അവിടെ ഈ എടത്തുവ പള്ളിയിൽ പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള സമയം ഈച്ച കാരണം ഒരു രക്ഷയില്ല. പള്ളിക്കകത്തോട്ട് എടുക്കാൻ പറ്റില്ല, അതുപോലെ ഈച്ചയാണ്. അപ്പോൾ എന്താ പറയുക, നിങ്ങൾക്കറിയായിരിക്കുമല്ലോ എടത്തുവ പള്ളി പെരുന്നാളിൻ്റെ പ്രത്യേകത. തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് ആയിരക്കണക്കിന് ആൾക്കാർ വന്ന് വലിയ വരുന്നതാണ്. അപ്പോൾ ഞാൻ അവിടെ കുറച്ച് സമയം ഇരുന്നിട്ട് എന്നാൽ പോയേക്കാന്ന് എഴുതായിട്ട് വിചാരിച്ച് ഞാൻ പോരുക. തിരിച്ചു പോരുമ്പോൾ ഒരു 2 കിലോമീറ്റർ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ചെറിയ പയ്യൻ അവനെ എൻ്റെ വണ്ടിക്ക് കൈ കാണിച്ചു. അപ്പോൾ ഞാൻ വണ്ടി ഒടുക്കി നിർത്തി. അവൻ എന്നോട് ചോദിച്ചു, സാറേ, കിടങ്ങര എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അതിലൂടെ കൂടിയാണ് പോകുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അതേന്ന് പറഞ്ഞു, എന്നെ കൂടെ കയറ്റാവോ? കയറിക്കൊള്ളാൻ പറഞ്ഞു. അവൻ കയറുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുമ്പോൾ ഇവൻ്റെ കയ്യിലൊരു പച്ച മാങ്ങ ഇങ്ങനെ കടിച്ചു പറിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ പറയടാ, ആ മാങ്ങ നീക്കളാ, അത് കടിച്ചു പറിക്കുമ്പോൾ അതിൻ്റെ കറയെല്ലാം കൂടെ എൻ്റെ ഷർട്ടേ വീഴും, അത് കളയാൻ പറഞ്ഞു. ഇവൻ എന്നോട് പറയാം, സാറേ, നേരം വെളുത്തിട്ട് ഇതുവരെ ഒന്നും കഴിച്ചില്ല സാറേ, വിശന്നിട്ടാണ്. സമയം ഉച്ചയ്ക്ക് 1 മണി നേരമായാണ് സമയം. 1 മണി കഴിഞ്ഞു. മറ്റൊന്നേ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. ഞാൻ അടുത്ത് കണ്ട ഒരു ഹോട്ടലിലേക്ക് മുന്നേ വണ്ടി നിർത്തി. ഞാൻ ചോറ് മേടിച്ചു തരാമെന്ന് പോയി ചോറൊക്കെ മേടിച്ച് കൊടുത്ത് അവൻ ചോദിച്ചു, സാറ് കഴിക്കുന്നില്ലേ? ഞാൻ പറഞ്ഞു, വേണ്ട, ഞാൻ കഴിച്ചു. എനിക്കെന്നൊരു ഫാസ്റ്റിംഗ് ആയിരുന്നു, അപ്പോൾ ഞാൻ കഴിച്ചില്ല. ഞാൻ എന്നിട്ട് ഇവൻ എന്നോട് വീണ്ടും മുന്നോട്ട് പോവുക. ഞാൻ ഇവനോട് ചോദിച്ചു, നീ എവിടെ പോയതാ, എന്തിനു വന്നതാന്നൊക്കെ. ഇവൻ്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഇവൻ പക്കാ മലയാളിയല്ല. അപ്പോൾ ഇവൻ പറഞ്ഞു, ഞങ്ങൾ ഈ കർണാടക ബോർഡറിൽ അവിടെയുള്ള ഒരു പ്രത്യേക സമുദായക്കാരാണ്. ഈ ഒറ്റാൽ വെച്ച് മീൻ പിടിച്ചിട്ട് ആ മീൻ കൊണ്ടുപോയി വിറ്റ് ജീവിക്കുന്ന ഒരു സമൂഹമാണ് അവർ. ഇപ്പോൾ അവർ ആ ഭാഗത്ത് കിടങ്ങറ എന്ന് പറയുന്ന സ്ഥലത്ത് കുറേ വീടുകൾ അവർ വന്ന് താമസിക്കുക. അവൻ എന്നോട് പറയുക, ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളെ വിട്ടുപോയി, ഞാനും എൻ്റെ അനിയത്തിയും അമ്മയും മാത്രമേ ഉള്ളൂ. അമ്മ ഈ ബ്ലീഡിങ് ആയിട്ട് അമ്മ കിടക്കാൻ തുടങ്ങിയിട്ട് വീട്ടിൽ കുറേ ദിവസങ്ങളായി. ആശുപത്രി കൊണ്ടുപോകാൻ പൈസയില്ല. അപ്പോൾ ഇവിടെ ഞാൻ ഈ വന്ന സ്ഥലത്ത് അമ്മയുടെ ഒരു ബന്ധുവീടുണ്ട്, അവിടെ വന്നിച്ചിരി പൈസ ചോദിക്കാൻ വേണ്ടി വന്നതാണ്. അവിടെ വന്നപ്പോൾ അവിടെ ഒന്നുമില്ല. ഇങ്ങോട്ട് ഒരു വശത്തോട്ടുള്ള വണ്ടിക്കൂലി അമ്മ കൊടുത്തു വിട്ട് അതുകൊണ്ടാണ് വന്നത്. ഇപ്പം തിരിച്ചു പോകാൻ ബസ്സൂലി പോലും ഇല്ലാതെ, രാവിലെ ഒരു കട്ടൻ കാപ്പി പോലും കുടിക്കാതെ, വഴിയിൽ വീണ് കിടന്ന ഒരു മാങ്ങായി എടുത്ത് കടിച്ചു പറിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് എൻ്റെ വണ്ടിയെ കയറുന്നത്. അപ്പോൾ ഇവനെ വിവരമൊക്കെ പറഞ്ഞ്, അപ്പോൾ ഇവനിടയിൽ ഇവൻ പറയുന്നുണ്ട്, ഞാൻ അവിടെ ഒരു സ്പോർട്സ് സ്കൂളിലാണ്, ഞാൻ നല്ല ഫുട്ബോൾ കളിക്കാരനാണ്, ഞാൻ 10ാം ക്ലാസ്സിലാണ്, എനിക്ക് അങ്ങോട്ട് പോയാലും സാറേ എൻ്റെ കാര്യങ്ങളൊക്കെ ഓക്കെ. പക്ഷെ ഇവിടെ അമ്മ അനിയത്തി ഇവിടെ ഉള്ളതുകൊണ്ട്, ഇപ്പോൾ അച്ഛനും ഇല്ലാത്തതുകൊണ്ട് എനിക്കിപ്പോൾ പെട്ടെന്ന് അമ്മയ്ക്ക് അസുഖം കൂടെ ഉള്ളതുകൊണ്ട് പോകാൻ പറ്റത്തില്ല സാറേ. അതുകൊണ്ടാണ് ഞാൻ സ്കൂൾ തുറന്നിട്ടും അങ്ങോട്ട് പോകാതിരിക്കുന്നത്. ഞാനിവന് ഇറങ്ങേണ്ട സ്ഥലത്തിൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, നിനക്കിനി നിൻ്റെ പ്ലാൻ? അമ്മയെ ആശുപത്രി കൊണ്ടുപോകണ്ടേ? അമ്മ ആശുപത്രി കൊണ്ടുപോകണം. എനിക്ക് പൈസയുണ്ടോ? പൈസയില്ല സാർ. ഞാൻ എൻ്റെ പോക്കറ്റിൽ കിടന്ന കുറേ പൈസ, ഒരു 10-300-500 രൂപ താഴെ ഉള്ളൂ. അതും കൊടുത്തു. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി കോട്ടയം വരെ പോകാൻ അതൊന്നും പോരാ, ഒരു ഓട്ടോറിക്ഷ വിളിച്ച് പോകാൻ അത് പോരാ. ഞാൻ ATM ചെന്ന് നോക്കിയപ്പോൾ വാസ്തവത്തിൽ വളരെ ചെറിയ പൈസകൾ എൻ്റെ മിനിമം ബാലൻസ് കൂടെ പൊട്ടിച്ചിട്ട് അതിൽ നിന്ന് 1000 രൂപ കൂടെ എടുത്തു. ഇത് രണ്ടും കൂടെ കൂടി ഞാൻ ഇവൻ്റെ വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു, മോനെ, നീ അമ്മ എത്രയും പെട്ടെന്ന് വീട്ടിൽ ചെന്ന് ഒരു ഓട്ടോറിക്ഷ വിളിച്ച് കോട്ടയത്തെ മെഡിക്കൽ കോളേജിൽ എത്തിക്കണം. അവിടെ ചെല്ലുമ്പോൾ ഞാനൊരു നമ്പർ തരാം, ആ നമ്പറിൽ നീ വിളിച്ചാൽ മതി. നമ്മുടെ നവജീവൻ തോമസ് ചേട്ടൻ്റെ നമ്പറാണ്. ഇത് കൊടുത്തിട്ട് പറയും, നീ ഈ നമ്പറിൽ വിളിച്ചിട്ട് നീ വിവരം പറഞ്ഞാൽ മതി, പിന്നെ അവർ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിക്കൊള്ളും. ഇത് പറയുമ്പോൾ ഞാൻ അവനോട് അവന് മനസ്സിലാകുന്ന രീതിയിലുള്ള ചില സുവിശേഷം കൂടെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോനെ, നീ മുതൽ ഈശോയോട് പ്രാർത്ഥിക്കണം. ഈശോയോട് പ്രാർത്ഥിച്ചാൽ നിൻ്റെ അമ്മ സുഖപ്പെടും, നിനക്ക് പഠിക്കാനുള്ള അനുഗ്രഹം കിട്ടും, എൻ്റെ അനിയത്തിക്ക് പഠിക്കാൻ പറ്റും, എല്ലാം അനുഗ്രഹമായി തീരും. ഇവന് മനസ്സിലാകുന്ന ഭാഷയിൽ ചില സുവിശേഷമൊക്കെ അവനോട് പറഞ്ഞപ്പോൾ
ഇവൻ്റെ കൈത്തണ്ട എന്നെ കാണിച്ചു. അത് ആ കൈത്തണ്ടയിൽ 3 രൂപങ്ങൾ പച്ച കുത്തി വെച്ചിട്ടുണ്ട്. ഒരു കുരിശ്, ഒരു ചന്ദ്രക്കല, പിന്നെ ഒരു ഓമം. ഇത് 3ഉം പച്ച കുത്തി വെച്ചിരിക്കുക. അപ്പോൾ ഇവൻ എന്നോട് പറഞ്ഞു, സാറേ ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നയാളാണ്, എല്ലാ ദിവസവും ഞാൻ ഇതുകൊണ്ടോ ഞാൻ പറയും ഇങ്ങനെ ഇതിലേതെങ്കിലും ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഈശോ ആണ് ശരിക്കുള്ള, ഇവന് മനസ്സിലാകുന്ന ഭാഷയിൽ ഈശോ ആണ് ശരിക്കുള്ള ദൈവം, അതുകൊണ്ട് ഈശോയോട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. പറഞ്ഞ ഇവൻ എന്നോട് പറഞ്ഞൊരു മറുപടിയുണ്ട്, ശരിക്കും സാറേ ഈശോയാണ് സത്യമായിട്ടും ശരിക്കുമുള്ള ദൈവം ഈശോയാണ്. കാരണം അതുകൊണ്ട് ആ ഈശോ ഇപ്പോൾ സാറിൻ്റെ രൂപത്തിലല്ല. ഞാൻ ഇന്ന് വരെ സാറിനെ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, കൈ കാണിച്ച് കയറി എന്നുള്ളതല്ലാതെ ആ ഈശോ ഇപ്പോൾ എൻ്റെ മുന്നേ വന്ന് നിൽക്കുന്നത് അതുകൊണ്ടാണ് സാറേ. പ്രൈസ് ദി ലോർഡ്. അത് ശരിക്കുള്ള ദൈവം ഈശോ ആയതുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. പിന്നെ ഞാൻ ആ കൊച്ചിനെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. അവനെ അവിടെ പോയി നമുക്കറിഞ്ഞുകൂടാ. പക്ഷെ ഒരു കാര്യം, എനിക്കൊരു കാര്യം ഉറപ്പാ, ഈശോ ആണ് ശരിക്കുള്ള ദൈവമെന്ന് അവന്റെ അകത്ത് ഒരു വിത്ത് വീണിട്ടുണ്ട്. ഹല്ലേലൂയ. അത് എന്നെങ്കിലും എവിടെയെങ്കിലും വെച്ച് അത് പൊട്ടി മുളയ്ക്കുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിലുള്ള ക്രിസ്തുവിനെ നമ്മൾ കണ്ടുമുട്ടിയാൽ, ആ ഒരു വെളിപ്പാട് നമുക്ക് കിട്ടിയാൽ, ഒരു ക്രിസ്തുവായി മാറാനുള്ള ഒരു വിളി എന്ന് പറഞ്ഞാൽ നമുക്ക് ബലഹീനതകളോ കുറവുകളോ പോരായ്മകളോ ഇല്ലെന്നുള്ള അർത്ഥത്തിലല്ല, നമ്മളെല്ലാം തികഞ്ഞവരാണെന്നുള്ള അർത്ഥത്തിലല്ല ഈ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അവർക്ക് പറയും ഹല്ലേലൂയ. ഗലാത്യ ലേഖനം 2:20 പൗലോസ് പറയുന്നുണ്ട്, ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, എന്നിൽ ക്രിസ്തുവാണ് ജീവിക്കുന്നത്. സ്തോത്രം. എനിക്ക് ഈ വചനം ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാനിങ്ങനെ പല ആവർത്തി പറഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നു. പക്ഷെ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് നടന്നിട്ട് എനിക്ക് എന്നിൽ കാര്യമായ മാറ്റം ഒന്നും കാണുന്നില്ലായിരുന്നു. ഒരു മാറ്റവും കാണുന്നില്ല. അങ്ങനെ ഒരു ദിവസം ഇരിക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ ഒരു ചിന്ത തന്നു, എന്തുകൊണ്ട് നീ അതിൻ്റെ തൊട്ട് മുമ്പിലുള്ള വാക്യം വായിക്കുന്നില്ല? അതിൻ്റെ തൊട്ട് മുമ്പിലുള്ള വാക്യം എന്താ, എങ്ങനെ എഴുതിയിരിക്കുന്നത് അറിയാമോ? ഇതിൻ്റെ 2ാം ഭാഗമാണ് ഞാൻ ഈ വായിച്ചത്. അതിൻ്റെ ആദ്യ ഭാഗം എഴുതിയിരിക്കുന്നത്, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അത് പറഞ്ഞിട്ടാണ് പറയുന്നത്, ഇനിമേൽ ഞാനല്ല ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. അതായത് എന്നിലെ ഞാൻ, എൻ്റെ ഈഗോ, സ്തോത്രം, അതെന്ത് ചെയ്യണം? ക്രൂശിക്കപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഞാനെന്തോ ഭാവമാണെന്നുള്ള ധാരണയില്ല നമുക്ക്. ഞാനെന്തോ സംതിങ് ആണെന്ന്, ഞാനില്ല കാര്യങ്ങളൊന്നും നടക്കത്തില്ല, ഞാനെന്തോ ആണെന്നുള്ളത്. ആ ഞാൻ തകരണം. സ്തോത്രം. ഹല്ലേലൂയ. അത് പൊടിയുമ്പോഴാണ് ഞാൻ ഒന്നുമല്ലെന്നുള്ള സത്യം തിരിച്ചറിയുന്നിടത്താണ് എൻ്റെ അകത്തെ ക്രിസ്തു വെളിപ്പെടാൻ തുടങ്ങുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞാൻ സീറോയാ, ഞാൻ ഒന്നുമല്ല, ഞാൻ എന്നിൽ തന്നെ ഞാൻ ഒന്നുമല്ല. ഞാൻ ഇല്ലേലും ഇവിടെ നാളെ നേരം വെളുക്കും, ഞാൻ ഇല്ലേലും കാര്യങ്ങളൊക്കെ ഇവിടെ ഭംഗിയായിട്ട് നടക്കും. സ്തോത്രം. ആ സത്യം തിരിച്ചറിയുന്നിടത്ത് ഞാൻ തകർക്കപ്പെടുമ്പോഴാണ് ക്രിസ്തു എന്നിൽ വെളിപ്പെടുന്നത്. ഞാൻ തകർക്കപ്പെടുന്നില്ലെങ്കിൽ ക്രിസ്തു വെളിപ്പെടുന്നില്ല. ഹല്ലേലൂയ. പട്ടണത്തിലെ പാപിനിയായ സ്ത്രീ യേശുവിന്റെ കാൽപാദത്തിങ്കൽ കൊണ്ടുവന്ന് 300 ദിനാറയ്ക്ക് വിറ്റാൽ പോലും അത്രമാത്രം വിലമതിപ്പുള്ള ആ സുഗന്ധതൈല കുപ്പി യേശുവിന്റെ കാൽക്കൽ കൊണ്ടുവന്ന് പൊട്ടിച്ച് കളഞ്ഞു. അത്രയും വിലയുള്ളതായതുകൊണ്ടാണ് അവിടെ നിന്ന് ചിലർ പറഞ്ഞത് 300 ദിനാറയ്ക്ക് വിറ്റായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ, ആ കാലഘട്ടത്തിൽ ഒരു യഹൂദന്റെ ഒരു ദിവസത്തെ വേതനമാണ് 1 ദിനാർ. അപ്പം ശാബത്ത് ആചരിക്കുക എന്നുള്ളത് യഹൂദന്റെ ഏറ്റവും വലിയ നിയമം. ശാബത്തിൽ പണിക്ക് പോകത്തില്ല. അങ്ങനെ വരുമ്പോ 1 വർഷം മുഴുവനും കഠിനാധ്വാനം ചെയ്യുന്ന 300 ദിവസം കഠിനാധ്വാനം ചെയ്യുന്ന ആ തുക ഒന്നിച്ചു കൂട്ടി വെച്ചാൽ എത്രയുണ്ടോ ആ തുകയ്ക്കുള്ള ആ തത്തുല്യമായിട്ടുള്ള മൂല്യമുള്ള വസ്തുവാണിത്. അതിനെക്കുറിച്ച് പറയുന്നത്, ഈ തൈലം വെച്ചിരിക്കുന്ന ആ ജാറ പോലും വളരെ വിലപിടിപ്പുള്ളതാണ്. അലബാസ്റ്റർ ജാർ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പലസ്തീനായിലെ പ്രത്യേക തരം ചില കല്ലുകൾ കൂട്ടി അരച്ച് ചേർത്തുണ്ടാക്കിയ ഒരു തരം ബോട്ടില്. ആ കല്ല് തന്നെ വിലപിടിപ്പുണ്ട്. അതിനകത്തുള്ള സുഗന്ധതൈലം അതിനേക്കാൾ വില വർദ്ധിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ജഡം
ഒരു അലബാസ്റ്റർ ജാറാണ്. ഹല്ലേലൂയ. വളരെ പ്രഷ്യസ് ആണിത്, വളരെ വിലപിടിപ്പുള്ളത്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇതിനെ ഏറ്റവും ഒരു പ്രയാസം പോലും വരാതെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ചെറിയ തുമ്മൽ വന്നാൽ അപ്പോഴേ ഓടിപ്പോയി മരുന്ന് മേടിക്കുന്നതും പൗഡറൊക്കെ ഇട്ട് മുഖം മിനുക്കുന്നതും എല്ലാം ഭംഗിയായിട്ട് നമ്മൾ സൂക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ ശരീരം വളരെ വിലപിടിപ്പുള്ളതായതുകൊണ്ടാണ്. എന്നാൽ ഇതിനകത്തിരിക്കുന്ന നിന്റെ ആത്മാവ്, പ്രൈസ് ദി ലോർഡ്, ഈ ശരീരത്തെക്കാൾ എത്രയോ മടങ്ങ് വിലപിടിപ്പുള്ളതാണ്. ഹല്ലേലൂയ. പക്ഷെ ഈ അകത്തുള്ള ആത്മാവിലുള്ള ദൈവ സാന്നിധ്യം വെളിപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ അലബാസ്റ്റർ ജാർ പൊട്ടിക്കണം. സ്തോത്രം. അത് ഉടച്ചെങ്കിൽ മാത്രമേ, അത് ഓപ്പൺ ചെയ്തെങ്കിൽ മാത്രമേ ഈ സുഗന്ധം പുറത്തു വരത്തുള്ളൂ. ഹല്ലേലൂയ. എന്നിലെ ജഡം തകർക്കപ്പെടാതെ അകത്തുള്ള ആത്മാവ് ഉണരത്തില്ല. പ്രൈസ് ദി ലോർഡ്. അവർക്ക് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇതൊരു നിരന്തരമായ പ്രോസസ്സിങ്. ഒരു ദിവസമോ 2 ദിവസമോ 1 വർഷമോ 2 വർഷം കൊണ്ടോ ഇത് സാധ്യമാകണമെന്നില്ല. ഇത് നിരന്തരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ, അതുകൊണ്ടാണ് പറയുന്നത് മാനസാന്തരം ഒരു ദിവസം കൊണ്ട് സംഭവിച്ചു തീരുന്നതല്ല, അത് ജീവിതാവസാനം വരെയും ഇങ്ങനെ തുടരേണ്ടിയിരിക്കേണ്ടതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ഈ ജഡത്തെ, എന്നിലെ ഞാൻ എന്തോ ആണെന്നുള്ള ധാരണ, ഇത് നമ്മളായിട്ട് ഒരിക്കലും തകർക്കത്തില്ല. നമ്മളാരെങ്കിലും നമ്മുടെ ഇഷ്ടങ്ങൾ വേണ്ടെന്ന് നോക്കൂ? ഇല്ല. എനിക്ക് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ നടക്കണം എന്നുള്ളതാണ് എൻ്റെ താല്പര്യം. അതുകൊണ്ട് നമ്മളായിട്ട് ഈ ജഡത്തെ ഒരിക്കലും നമ്മൾ തകർക്കത്തില്ല. അപ്പൊ എന്ത് ചെയ്യണം? വേറെ ആരെങ്കിലും വന്ന് തകർക്കും. പ്രൈസ് ദി ലോർഡ്. അവർക്ക് പറയും ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വേറെ ആരെങ്കിലും നമ്മുടെ ഇഷ്ടങ്ങളെ തകർക്കും. അതുകൊണ്ടാണ് ക്രൈസ്തവ ജീവിതത്തിലെ സഹനത്തെ നമ്മൾ കുരിശെന്നൊക്കെ പറയുന്നതിന്റെ കാരണം എന്താണെന്നറിയോ? കുരിശെന്ന് പറയുന്നത്, കുരിശിന് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് നേരെ മുകളിലേക്ക് പോകുന്നത്, ഇംഗ്ലീഷിലെ ഐ എന്ന അക്ഷരത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. അതിന് കുറുകെ ഒരു ഭാഗമുണ്ട്. കുറുകെ, അതായത് ഈ ഐ എന്ന ഭാഗത്തെ മുറിച്ചുകൊണ്ട്, അതിനെ തകർത്തുകൊണ്ട് കുറുകെ ഒരു ഭാഗം. സ്തോത്രം. നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വിലങ്ങുതടിയായിട്ട് ചിലരൊക്കെ വരും. ഭർത്താവിൻ്റെ ഇഷ്ടങ്ങൾക്ക് ഭാര്യ വിലങ്ങുതടിയാകുമ്പോൾ ഭാര്യ കുരിശായിട്ട് മാറും. ഹല്ലേലൂയ. ഇത് നേരെ തിരിച്ചും സംഭവിക്കും, നേരെ തിരിച്ചും സംഭവിക്കും. അപ്പൊ ചിലരൊക്കെ നമ്മുടെ ജീവിതത്തിൽ കുരിശായിട്ട് മാറുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? നമ്മുടെ ഇഷ്ടങ്ങൾ അവർ മുഖാന്തരം തകർക്കപ്പെടുന്നത് കൊണ്ടാണ്. സ്തോത്രം. അങ്ങനെ ഒരു ക്രൂശ് അത് ചുമന്നുകൊണ്ട് എന്റെ പിന്നാലെ വരാനാണ് കർത്താവ് പറഞ്ഞത്. പിടികിട്ടുന്നുണ്ടോ? ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ സ്വയം പരിത്യജിച്ച്, ആ വാക്ക് ശ്രദ്ധിക്കണേ, അവന്റെ സ്വയത്തെ, അവന്റെ ഈഗോയെ, എന്നിലെ ഞാൻ ഭാവത്തെ, അതിനെ തകർത്തുകൊണ്ട്, അത് തകർക്കപ്പെടുമ്പോൾ വെളിപ്പെടുന്ന വേദനയുടെ പേരാണ് കുരിശ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഇഷ്ടങ്ങൾ തകർക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദനയാണ്, അതാണ് ക്രൂശ്. അതെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാനാണ് കർത്താവ് പറഞ്ഞത്. അതെടുത്തുകൊണ്ട് പിന്നാലെ വരുമ്പോഴാണ് നമ്മിൽ ആത്മാവ് ഉണരുന്നത്. അവിടെയാണ് നമ്മിലെ ക്രിസ്തുവിന്റെ സാന്നിധ്യം വെളിപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അലബാസ്റ്റർ ജാറിനകത്തിരിക്കുന്ന സുഗന്ധതയിലും എത്ര ലക്ഷങ്ങൾ വിലപിടിപ്പുള്ളതാണെങ്കിലും ഈ കുപ്പി അതേപോലെ ഇരിക്കുന്നിടത്തോളം കളന്ന, നമ്മളിപ്പോ ഒരു 1,00,000 രൂപ വിലയുള്ള ഒരു പെർഫ്യൂം വാങ്ങിച്ചെന്ന് വിചാരിക്കുക. ആ പെർഫ്യൂം മേടിച്ച് നമ്മൾ വീട്ടിനകത്ത് വെച്ചിരിക്കുക, അലമാരിക്കകത്ത് കൂട്ടി വെച്ചിരിക്കുക. അവിടെ ഇരുന്നൊരു വല്ല കാര്യമുണ്ടോ? നല്ല സുഗന്ധമുള്ളതാണ്. പക്ഷെ അലമാരിക്കകത്ത്, ആ കുപ്പിക്കകത്ത് ഇരിക്കുന്നതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. നമ്മുടെ ആത്മാവ് നമ്മുടെ അകത്തിരിക്കുന്നു. ജഡം തകർക്കപ്പെടാതെ, ഞാൻ തകർക്കപ്പെടാത്തിടത്തോളം കാലം ഇതകത്തിരിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. പൗലോസ് ചോദിച്ചു, നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവിൻ.
നിങ്ങളെ തന്നെ പരീക്ഷിച്ചറിയുവിൻ. എന്ത് പരീക്ഷിച്ചറിയാനാ പറഞ്ഞത്? യേശു ക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ഇനിയും ബോധ്യമായിട്ടില്ലേ? പ്രൈസ് ദി ലോർഡ്. എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? 2 കൊരിന്ത്യർ 13:5. യേശു ക്രിസ്തു നിങ്ങളിലുണ്ടെന്ന് നിങ്ങൾക്ക് ഇതുവരെ ബോധ്യമായിട്ടില്ലേ? ബോധ്യമായിട്ടുണ്ടോ? യേശു ക്രിസ്തു നിങ്ങളുടെ അകത്തുണ്ടെന്ന് ബോധ്യമായിട്ടുണ്ടോ? മനസ്സിലായിട്ടുണ്ടോ? ഈശോ എന്റെ ഉള്ളിലുണ്ടെന്ന്? അല്ലെ, അങ്ങനെ തന്നെയല്ല എഴുതിയിരിക്കുന്നത്. 2 കൊരിന്ത്യർ 13 പുറകെ വായിച്ചേ. നിങ്ങളെ തന്നെ പരീക്ഷിച്ചറിയുകയും. യേശു ക്രിസ്തു നിങ്ങളിലുണ്ടെന്ന് നിങ്ങൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലേ? ഇതുവരെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ യേശു ക്രിസ്തു എവിടെ ഉണ്ടെന്ന്? പള്ളിയിലുണ്ടെന്നാണോ? യേശു ക്രിസ്തു നിങ്ങളിലുണ്ടെന്ന് ഇതുവരെ ബോധ്യമായിട്ടില്ലേ? ഉണ്ടോ നമ്മുടെ ഉള്ളില്? ഇത് പരീക്ഷിച്ചറിയാൻ ഞാനുള്ളൊരു ചെറിയ മാർഗം പറയട്ടെ. ഇത് പരീക്ഷിച്ചറിയാൻ നമ്മൾ ബാങ്കില് സ്വർണം പണയം വെക്കാൻ പോയിട്ടുള്ളവരുണ്ടോ? നിങ്ങൾ ആരെങ്കിലും സ്വർണം പണയം വെച്ചിട്ടുണ്ടോ? ബാങ്കില് ഉണ്ട്, ഇഷ്ടംപോലെ വെച്ചിട്ടുണ്ട്. ഞാനും പോയി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ നമ്മൾ പണയം വെക്കാൻ ചെല്ലുമ്പോഴേ നമ്മൾ അവിടെ ഇരിക്കുന്ന കാഷ്യറുടെ അടുക്കലോ അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് ഈ സ്വർണം അങ്ങോട്ട് കൊടുക്കുമ്പോൾ അത് തൂക്കി നോക്കിയിട്ട് നമ്മൾ ആവശ്യപ്പെടുന്ന തുക ഇങ്ങോട്ട് തരുവാണോ ചെയ്യുന്നത്? പിന്നെന്തോ ചെയ്യും? ഒരു കറുത്തിട്ടൊരു കല്ലുണ്ട്, പിരിപിരിപിരാന്നിരിക്കുന്ന ഒരു കല്ലുണ്ട് അല്ലേ? അതില് നമ്മൾ കൊണ്ടുപോയി കൊടുത്ത ഈ ഉരുപ്പടി ഒന്ന് വരച്ചു നോക്കാം. എന്തിനാ അങ്ങനെ വരയ്ക്കുന്നത്? ഇതിന്റെ ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വരയ്ക്കുമ്പോൾ ഒറിജിനൽ സ്വർണ്ണമാണെങ്കിൽ സ്വർണത്തിന്റെ മാറ്റി തെളിഞ്ഞു വരും. ഇത് ഡ്യൂപ്ലിക്കേറ്റ് സ്വർണ്ണമാണെങ്കിലോ, ഇതൊരു പൂശ മാലയാന്ന് വിചാരിക്കും, പൂശ സ്വർണ്ണമാണെങ്കിൽ വരയ്ക്കുമ്പോ അകത്ത് എന്താണോ ഇരിക്കുന്നത് അത് പുറത്തു വരും. ആണല്ലോ? യേശുക്രിസ്തു നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ നിങ്ങളെ ഒന്ന് ഉരച്ചാൽ മതി. ഉരയ്ക്കുമ്പോൾ അറിയാം. ആരെങ്കിലും ഒന്ന് നമ്മളെ ഒന്ന് നന്നായിട്ട് ഉരയ്ക്കണം. അകത്ത് തന്നെ ഇരിക്കുന്നു എന്നുള്ളത് അന്നേരം പുറത്തു വരും. കിട്ടിയോ? നമ്മളെ ആരെങ്കിലും നന്നായിട്ട് ഉരച്ചാൽ മതി. ഉരയ്ക്കാന്ന് പറഞ്ഞാൽ മീൻസ് നമ്മളെ കുറിച്ച് നല്ല 2 പരദൂഷണം പറഞ്ഞു. നമ്മൾ ചെയ്യാത്ത എന്തെങ്കിലും ഒരു കാര്യം നമ്മളെ കുറിച്ച് അങ്ങോട്ട് ആരോപിച്ചു. അവനാള് ശരിയല്ല, നമ്മളെ കുറിച്ച് ശരിക്കും ഒരുത്ത കുറ്റം പറഞ്ഞു. അങ്ങനെ ചില സംഭവങ്ങൾക്ക് അത് നല്ലതായിട്ട് നമ്മളെ അങ്ങ് ഉരയ്ക്കുക. അങ്ങനെ ഉരയ്ക്കുമ്പോൾ നമ്മുടെ അകത്ത് എന്നതാണോ ഇരിക്കുന്നത് അത് പുറത്തു വരും. നല്ല പൊളിച്ച തെറിയായിരിക്കും പറയുന്നത്. നമ്മുടെ അകത്ത് ഇരിക്കുന്നതുകൊണ്ടാ അത് പുറത്തോട്ട് വരും. ഈശോ ആണ് നമ്മുടെ അകത്തിരിക്കുന്നതെങ്കിൽ എന്ത് പുറത്തോട്ട് വരും? അവന്റെ കരുണ പുറത്തോട്ട് വരും. സ്തോത്രം. ഈശോ ആണ് നമ്മുടെ അകത്തിരിക്കുന്നതെങ്കിൽ അവന്റെ സ്നേഹം നമ്മളിൽ നിന്ന് പുറത്തോട്ട് ഒഴുകാൻ തുടങ്ങും. ഈ ഒരു വെളിപ്പാടിൽ നമ്മൾ വളരുമ്പോഴാണ് നമ്മെ വേദനിപ്പിക്കുന്നവരെ നമുക്ക് അനുഗ്രഹിക്കാൻ സാധിക്കുക. കൃത്യമായിട്ട് ഞാൻ പറയാം, ഇത് അനുഭവിച്ചറിഞ്ഞ ഒരു സത്യത്തിൽ നിന്നുകൊണ്ട് പറയാം. ഒരു മുൻപും ശേഷവും എന്നുള്ള രീതിയിൽ പറയാം. കാര്യം ഞാൻ സുവിശേഷമൊക്കെ പ്രസംഗിക്കുന്നു, ധ്യാനങ്ങളൊക്കെ നടത്തുന്നു. ആ സമയത്തും ഒരുത്തൻ എനിക്കിട്ടൊരു പാര വെച്ചൊന്ന് കേട്ടെന്നാൽ എനിക്കത് അത്ര ഇഷ്ടപ്പെടുന്നൊന്നുമില്ലായിരുന്നു. ഞാൻ തിരിച്ച് നല്ല എന്തെങ്കിലുമൊക്കെ ചുമ്മാ തെളിയൊന്നും പറഞ്ഞില്ല. എന്നാൽ പോലും ഞാൻ ആരോടെങ്കിലുമൊക്കെ അവനോട് തിരിച്ച് രണ്ട് പ്രതികരണമൊക്കെ നമ്മൾ നടത്തുകയും ചെയ്യുന്നു. എനിക്ക് നല്ല വിഷമ വേദനയൊക്കെ എനിക്ക് തോന്നുകയും ചെയ്യാറുണ്ട്. പിന്നെ അവൻ എന്തെങ്കിലും ഒരു തകർച്ച വന്നെന്ന് കേട്ടാൽ പുറമേക്ക് പറയും, പാവത്തിനങ്ങനെ വന്നല്ലോ. പക്ഷെ ഉള്ളിലൊരു ചെറിയ സന്തോഷം, അവൻ എനിക്കിട്ടൊന്ന് പറഞ്ഞതാണ്. അവനെങ്ങനെ പറഞ്ഞു? പുറമേക്ക് നമ്മൾ പറയും, എന്നാ പറയും? അയ്യോ ചോദിച്ചു വാങ്ങിയതാണ്. അതെ അതെ അതെ, അവന് ശരിക്കും കിട്ടി. തിരിച്ചു നമ്മളെ വേദനിപ്പിച്ച ഒരാൾക്ക്
അവൻ്റെ ജീവിതത്തിൽ ഒരു ഉയർച്ച കാണുമ്പോൾ, അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ മക്കൾ നല്ല നിലയിലാകുമ്പോൾ, അല്ലെങ്കിൽ അവൻ നല്ലൊരു വീട് വെക്കുമ്പോൾ, ഒരു പുതിയ വാഹനം വാങ്ങിക്കുമ്പോൾ, അവൻ്റെ ഒരു നല്ല നിലവാരത്തിലേക്ക് എത്തുന്നത് കാണുമ്പോൾ, നല്ല ജോലിയൊക്കെ അവന് കിട്ടി, അവൻ്റെ മക്കളൊക്കെ അത് കാണുമ്പോൾ പുറമേക്ക് നമ്മൾ പറയും കൊള്ളാം കേട്ടോ, ദൈവം അനുഗ്രഹിക്കട്ടെ, ഓ സഹോദര ഭംഗിയേ അല്ലേ, നല്ല വീടൊക്കെ ആണല്ലോ. ഉള്ളിലൊരു ചെറിയൊരു നീറ്റല്, ഉള്ളിലൊരു ചെറിയ സങ്കടം, ഒരു നീറ്റല്. സ്തോത്രം. എന്നാൽ പൗലോസ് പറഞ്ഞു, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞു, നിങ്ങൾ കരയുന്നവരുടെ ഒപ്പം കരയുവേൻ, സന്തോഷിക്കുന്നവരുടെ ഒപ്പം. ദാറ്റ് ഈസ് സ്പിരിച്വാലിറ്റി, ദാറ്റ് ഈസ് ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി. കരയുന്നവരുടെ ഒപ്പം കരയുക, ചിരിക്കുന്നവൻ്റെ ഒപ്പം നിങ്ങൾ സന്തോഷിക്കുക. ഇത് സാധ്യമാകണമെങ്കിൽ ഉള്ളിൽ ക്രിസ്തു വെളിപ്പെടാതെ അത് സാധ്യമാകത്തില്ല. 100% ഞാൻ ഉറപ്പ് പറയാം. അകത്ത് ക്രിസ്തു വെളിപ്പെടുന്നില്ല എങ്കിൽ നിന്റെ ശത്രുവിനെ നിനക്ക് സ്നേഹിക്കാൻ കഴിയത്തില്ല, പറ്റത്തില്ല. നമുക്ക് ചുമ്മാ പുറമേക്കൊക്കെ ചുമ്മാ ഷോയ്ക്കൊക്കെ പറയാൻ പറ്റും. നമ്മൾ കരിസ്മാറ്റിക്കാരൊക്കെ ആയതുകൊണ്ട് കർത്താവേ ഞങ്ങളുടെ ശത്രുക്കളെ അനുഗ്രഹിക്കണമേ എന്നൊക്കെ ചുമ്മാ വായും കൊണ്ട് അടിക്കാന്നുള്ളതല്ലാതെ നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നമ്മളെ വേദനിപ്പിച്ചവരെ കർത്താവേ അവന് നന്മയുണ്ടാകട്ടെ, അവൻ്റെ കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹിക്കട്ടെ, അവന് നല്ല ഭവനം ഉണ്ടാകട്ടെ, കർത്താവേ നീ അവനെ എല്ലാ വിധത്തിലും അനുഗ്രഹിക്കണമെന്ന് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ക്രിസ്തു വെളിപ്പെടണം. സ്തോത്രം. ക്രിസ്തു വെളിപ്പെടാതെ ഒരിക്കലും നമുക്ക് നമ്മുടെ ശത്രുവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, അവരെ അനുഗ്രഹിക്കാൻ നമുക്ക് സാധിക്കത്തില്ല. Praise the Lord. Hallelujah. 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 Praise the Lord. Hallelujah. ഈശോ നമ്മുടെ ഉള്ളിൽ വെളിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഭൗതികമായ സമ്പത്ത് വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഇല്ലേ വിഷയമൊന്നുമില്ല. കാരണം എന്താ, ഏറ്റവും വലിയ സമ്പത്ത്, ഏറ്റവും വലിയ നിധി എൻ്റെ അകത്തിരിക്കുക. സമ്പത്തുണ്ടോ? നല്ല കാര്യം, സന്തോഷം. നമുക്കത് ഒത്തിരി നല്ല കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടൊക്കെ വിനിയോഗിക്കാം. കാരണം നമ്മുടെ ദൈവം അങ്ങനത്തെ ഒരു ദൈവമാണ്. 2 കൊരിന്ത്യർ 9:8 പറയുന്നത് എന്താ? നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമർത്ഥമായി ഉണ്ടാകാനും സൽകൃത്യങ്ങൾ ധാരാളമായി ചെയ്യാനും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സമർത്ഥമായി നൽകാൻ കഴിവുറ്റവനാണ് ദൈവം. കേട്ടോ, ഇങ്ങനെ ഒരു ദൈവത്തെയാണ് പൗലോസ് പരിചയപ്പെടുന്നത്. അല്ലാതെ നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ വല്ലപ്പോഴും നക്കാപ്പിച്ചയായിട്ട് ഇച്ചിരി ചെയ്തതിന് ഒരു ദരിദ്രവാസിയായ ആളല്ല നമ്മളത്. അങ്ങനെയാണോ പറഞ്ഞത്? അങ്ങനെയല്ല പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ആ ദൈവം നമ്മുടെ കൂടെ ഇരിക്കുമ്പോ നമ്മൾ ദാരിദ്ര്യത്തിൽ അതിന്റെ അങ്ങനെ ഒരു ആവശ്യമേ വരുന്നില്ല. എന്നാൽ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഏത് സാഹചര്യത്തിലും ജീവിക്കാൻ എനിക്ക് പരിശീലനം കിട്ടിയിട്ടുണ്ട്. ഫിലിപ്പിയർ 4:11 വാക്യം. ഏത് സാഹചര്യത്തിലും ജീവിക്കാൻ, താഴ്ന്ന നിലയിൽ ജീവിക്കാൻ എനിക്കറിയാം, ഉയർന്ന നിലയിലും ജീവിക്കാൻ എനിക്കറിയാം. ദാരിദ്ര്യം വന്നാൽ അവിടെയും എനിക്ക് ഒരു പരാതിയില്ലാതെ കിടക്കും. സമൃദ്ധിയുണ്ടോ? അടിപൊളിയായിട്ട് ജീവിക്കും. ഏത് സാഹചര്യത്തിലും ഒരേ മനോഭാവത്തോടെ. ദാരിദ്ര്യം വന്നെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരു സാമ്പത്തിക ഞെരുക്കം വന്നു, പ്രയാസം വന്നു. അതിന്റെ പേരിൽ നമുക്ക് പരാതികളൊന്നുമില്ല. ഇല്ലേ, സമൃദ്ധി ഉണ്ടായെന്ന് പറഞ്ഞിട്ട് അതിനകത്ത് ഞാൻ കണ്ടവാനം അങ്ങോട്ട് എനിക്ക് അലങ്കരിക്കാനൊന്നുമില്ല, എനിക്ക് അതിനകത്ത് വലിയ മേലടിക്കാനൊന്നുമില്ല. ദൈവം തന്നതിനെ ഞാൻ ഉപയോഗിക്കുന്നു, സന്തോഷത്തോടെ ഉപയോഗിക്കുന്നു. സ്തോത്രം എന്ന് പറഞ്ഞിട്ട് ഏത് സാഹചര്യത്തിലും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇരിക്കാൻ കഴിയുന്ന ഒരവസ്ഥ. ഇതെപ്പോഴാണ് ഇത് സാധ്യമാകുന്നത്? ഈശോ കൂടെ ഉണ്ടെന്നുള്ള ആ വെളിപ്പാട് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ വലിയ ഞെരുക്കത്തിലൂടെ കടന്നു പോകണം. വലിയ ഭാരങ്ങളിലൂടെ, വലിയ പ്രയാസങ്ങളിലൂടെ നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ചില അങ്ങനെയുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോഴും കർത്താവിൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഒരു ഉറപ്പ് നമ്മുടെ അകത്തുണ്ടെങ്കിൽ ഒന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. Praise the Lord. Hallelujah. Hallelujah. ഇത് മറന്നു പോകരുത്. ഈശോ എൻ്റെ ഒപ്പം ഉണ്ടെന്നുള്ള ഈ വെളിപ്പാടിൽ നമ്മൾ ഉറക്കണം. എൻ്റെ കൂടെ എൻ്റെ ദൈവമുണ്ട്.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദൈവത്തെ കണ്ടുമുട്ടുമ്പോഴാണ് നമുക്ക് മനുഷ്യരെ വാസ്തവമായിട്ടും നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് അപ്പുറത്ത്, അതിനപ്പുറത്ത് നമുക്ക് മനുഷ്യരെ സ്നേഹിക്കാൻ കഴിയുന്നത്. ഈ വെളിപ്പാട് നമുക്ക് കിട്ടിക്കഴിയുമ്പോഴാണ്. സ്തോത്രം. അല്ലാത്ത സ്നേഹമൊക്കെ ഉണ്ടല്ലോ, നമ്മൾ അത് വ്യവസ്ഥകളുള്ള സ്നേഹമാണ്, സ്വാർത്ഥതയുള്ള സ്നേഹമാണ്. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പലരെയും വിനിയോഗിക്കുന്നു. എന്തിനധികം കുടുംബത്തിൽ പോലും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവനോട് ഇച്ചിരി താല്പര്യം കൂടുതൽ. സ്തോത്രം. എന്നാലും നമ്മുടെ ഉള്ളിലെ ക്രിസ്തുവിന്റെ സാന്നിധ്യം വെളിപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് സകല മനുഷ്യരും, ഉള്ളവനിലും ഇല്ലാത്തവനിലും എല്ലാവരിലും നമുക്ക് ആ ദൈവത്തെ കണ്ടുമുട്ടാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഈ പ്രകൃതിയിലേക്ക് നോക്കിയാൽ അവിടെ നമുക്ക് കർത്താവിനെ കാണാൻ പറ്റും. ഈ പ്രകൃതിയിലേക്ക് നോക്കിയാൽ, അതുകൊണ്ടാണ് കവി പാടിയത്, മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും എല്ലായിടത്തും എനിക്ക് കർത്താവിന്റെ ആ മഹത്വത്തെ കാണാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ഈ സ്റ്റാച്യൂവിൽ ഈശോ ഇല്ല, ഈ സ്റ്റാച്യൂവിൽ മാതാവൊന്നുമില്ല. പക്ഷേ ഈ ഒരു വെളിപ്പാടിൽ ഞാൻ കാണുമ്പോൾ നോക്കുക, ഇവിടെ കർത്താവിന്റെ പരിശുദ്ധ അമ്മയുടെ ഒരു സാന്നിധ്യത്തെ എനിക്കതിൽ ദർശിക്കാൻ സാധിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് ഒരു കലാകാരന്റെ കരവിരുതാണ്. ആ കലാകാരന് ഇതുപോലെയുള്ള ഒരു ശില്പം നിർമ്മിച്ചെടുക്കാൻ സാധിച്ചത് അവനിലൂടെ പ്രവർത്തിച്ച ദൈവകൃപയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് എവിടെ നോക്കിയാലും അവിടെ എല്ലാം എനിക്ക് കർത്താവിന്റെ മഹത്വം കാണാൻ പറ്റും. അപ്പൊ ഈ കീബോർഡ് നോക്കി, ആ കീബോർഡിലൂടെ നമ്മൾ കർത്താവിന് വേണ്ടി പാട്ട് പാടുന്നു, അതിലൂടെ മനോഹരമായ സംഗീതം പൊഴിയുന്നു. കർത്താവിന്റെ മഹത്വം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പ്രകൃതിയിലേക്ക് നോക്കിയാൽ, സർവചരാചരങ്ങളിലേക്ക് നോക്കിയാൽ, മനുഷ്യരിലേക്ക് നോക്കിയാൽ എല്ലായിടത്തും എനിക്ക് ക്രിസ്തുവിനെ കാണാൻ സാധിക്കണമെങ്കിൽ ആദ്യം എൻ്റെ ഉള്ളിൽ ഈ സത്യം വെളിപ്പെടണം. സ്തോത്രം. ഈ സത്യം വെളിപ്പെട്ടപ്പോഴാണ് ഇതെന്റെ ശരീരമാകുന്നതെന്ന് പറഞ്ഞ ഈ അപ്പത്തിൽ വാസ്തവമായിട്ടും കർത്താവുണ്ടെന്നുള്ള ആ ഉറപ്പ് കിട്ടുന്നത്. അല്ലെങ്കിൽ ഇത് കേവലം ആചാരം മാത്രം, അല്ലെങ്കിൽ ഇത് വെറൊരു അനുഷ്ഠാനം മാത്രം. നമ്മളെന്റെ മുമ്പിൽ വരുന്നു, കുമ്പിടുന്നു, തലകുത്തി പറയുന്നു, എന്തെല്ലോ പരിപാടികളാണ് നമ്മൾ കാണിക്കുന്നത്. സ്തോത്രം. പള്ളിക്ക് പുറത്തോട്ട് ഇറങ്ങി കഴിയുമ്പോഴോ എവിടെ പോയി? പള്ളിക്ക് പുറത്തോട്ട് കഴിയുമ്പോൾ ഇതെല്ലാം പോയി. എന്നാൽ അങ്ങനെ പോകാതിരിക്കണമെങ്കിൽ പള്ളി കഴിഞ്ഞ് പോകുമ്പോൾ, കൂട്ടായ്മ കഴിഞ്ഞ് പോകുമ്പോൾ, കുർബാന കഴിഞ്ഞ് പോകുമ്പോൾ ഈ സാന്നിധ്യം നമ്മുടെ കൂടെ നമ്മൾ കയറി ചെല്ലുന്ന ഭവനത്തിലേക്ക് നമ്മൾ എവിടെയോട്ട് ചെല്ലുന്നു അവിടേക്ക് നമ്മുടെ കൂടെ ആര് വരും? ഈശോ വരിക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അവര് ഒരു ദൈവ പൈതലെ നീ കാല് കുത്തുന്നിടം എന്ത് ചെയ്യും? അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾക്ക് ഈ വെളിപ്പാട് നിങ്ങൾക്ക് കിട്ടിയോ? അത് നിങ്ങൾ കാല് കുത്തുന്നിടം അനുഗ്രഹിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പുതിയ മോഡലുള്ള അങ്ങനത്തെ ഫുഡുകളൊക്കെ അപ്പോൾ അവർ തുടങ്ങിയെങ്കിലും ഇപ്പോൾ അടുത്തൊക്കെ വേറെ കടകളൊക്കെ വന്നു. അതുകൊണ്ട് അവർക്ക് ബിസിനസ് തീരെയില്ല. ഞങ്ങൾ ചെല്ലുമ്പോൾ അതിനകത്ത് ഒരു മനുഷ്യൻ പോലും ഇല്ല, ഒറ്റ ഒരാൾ പോലും ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ ഇന്ന് ഇച്ചിരി ഫുഡൊക്കെ അവർ ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നു. ഞങ്ങളത് കഴിച്ച് തീർന്നതിന് മുമ്പ് നേരിൽ കണ്ടൊരു കാര്യം പറയാം. ആ ഹോട്ടൽ നിറച്ച് എല്ലാ ടേബിളിലുമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ എവിടെ ചെല്ലുന്നോ അവിടം നിങ്ങൾ മുഖാന്തരം അനുഗ്രഹിക്കപ്പെടും. എന്താ കാരണം? നിങ്ങളിലൂടെ കർത്താവിന്റെ സാന്നിധ്യം ആ സ്ഥലത്ത്, ആ ഭവനത്തിൽ, ആ സ്ഥാപനത്തിൽ അവിടെ ഈശോയുടെ സാന്നിധ്യം കടന്നു വരികയായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. പള്ളിക്കകത്ത് മാത്രമാണ് ദൈവം എന്നുള്ള ആ ധാരണ നമ്മൾ മാറ്റണം. പ്രൈസ്.
ഇതിന്റെ അർത്ഥം പള്ളിക്കകത്തില്ലെന്നാണോ? ഇല്ലെന്നല്ല, എല്ലായിടത്തും ഉണ്ട്. സ്പേസിൽ പോയാൽ അവിടെയുണ്ട്, അവിടെയുണ്ട് കർത്താവ്. സ്തോത്രം. അപ്പൊ നമുക്ക് എല്ലാ വ്യക്തികളിലും എല്ലാവരിലും പൗലോസ് ഒരു വെളിപ്പാട് പറയുന്നുണ്ട്. കൊളോസ്സസ് ലേഖനം 3:11. കൊളോസ്സസ് 3:11 അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒന്ന് വായിച്ചേ. ഇവിടെ ഗ്രീക്കുകാരനെന്നോ യഹൂദനെന്നോ പരിച്ഛേദിതനെന്നോ അപരിച്ഛേദിതനെന്നോ അപരിഷ്കൃതനെന്നോ സ്ഥിതീയനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ വ്യത്യാസമില്ല. പിന്നെയോ ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. എല്ലാവരിലുമാണ്. എല്ലാവരും ക്രിസ്തു എല്ലാമാണ്. ക്രിസ്തു എല്ലാമാണ്. സർവചരാചരങ്ങളിലും ആ സാന്നിധ്യമുണ്ട്. ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. അതുകൊണ്ട് ഏതെങ്കിലും പ്രത്യേക സ്ഥലത്തോ സങ്കേതങ്ങളിലോ മാത്രമാണ് ദൈവം ഇരിക്കുന്നത് നമ്മൾ വിചാരിക്കരുത്. അങ്ങനെ വിചാരിച്ചാൽ നമുക്ക് അവിടെ ചെല്ലേണ്ടി വരും. അവിടെ അത് വാസ്തവത്തിൽ ഓൾഡ് ടെസ്റ്റ്മെന്റിന്റെ വെളിപ്പാട്. പഴയ നിയമത്തിൽ അത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ ഈശോ പറഞ്ഞു, ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ. ഞാനിപ്പോ എവിടെ ഇരിക്കണേ? ലോകാവസാനത്തോളം ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കും, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. സ്തോത്രം. ഈ ഒരു സത്യത്തിന്റെ വെളിപ്പാട് നമ്മുടെ ഉള്ളിൽ നിറയാനായിട്ട് നമ്മൾ ആഗ്രഹിക്കണം. നമ്മൾ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കണം. കർത്താവേ, എനിക്ക് നിന്റെ സാന്നിധ്യത്തെ എനിക്ക് വെളിപ്പെടുത്തി തരണമേ. വെളിപ്പെടുത്തി തരിക എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത ഒരു കാര്യത്തെ ഉണ്ടാക്കി തരികയല്ല ചെയ്യുന്നത്. പിന്നെയോ മറഞ്ഞിരിക്കുന്ന ഒന്നിനെ വെളിച്ചത്ത് കൊണ്ടുവരിക. ആ മറ നീക്കി തരുന്നു. അപ്പൊ നമ്മുടെ ഉള്ളിൽ നമ്മൾ പോലും അറിയാതെ മറഞ്ഞു കിടക്കുന്ന ഒരു സത്യത്തെ ആണ് പൗലോസ് പറയുന്നത്. യുഗങ്ങളുടെയും തലമുറകളുടെയും ആരംഭം മുതൽ മറച്ചു വയ്ക്കപ്പെട്ട ഈ രഹസ്യം ഇപ്പോൾ അവിടുന്ന് തന്റെ വിശുദ്ധർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. ഈ രഹസ്യത്തിന്റെ മഹത്വം വിജാതിരുടെ ഇടയിൽ എത്ര ശ്രേഷ്ഠമാണെന്ന് വിശുദ്ധർക്ക് വ്യക്തമാക്കി കൊടുക്കാൻ അവിടുന്ന് തീരുമാനിച്ചു. ഈ രഹസ്യമാകട്ടെ മഹത്വത്തെ കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലുണ്ടെന്ന്. അത് നിങ്ങളിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. യുഗങ്ങളുടെയും തലമുറകളുടെയും ആരംഭം മുതൽ മറച്ചു വയ്ക്കപ്പെട്ട ഈ രഹസ്യം ഇപ്പോൾ അവിടുന്ന് തന്റെ വിശുദ്ധർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇതിന് വെളിപ്പാടാണ്. പഴയ നിയമത്തിലെ ജനതകൾക്ക് ആർക്കും ഇത് വെളിപ്പെടുത്തി കിട്ടിയിരുന്നില്ല. പഴയ നിയമത്തിലെ ജനതയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദൈവാരാധന നടത്തണമെങ്കിൽ അവർക്ക് ഒന്നുകിൽ ആലയത്തിൽ പോകണം, ഒന്നുകിൽ യെരൂശലേം ദേവാലയത്തിൽ പോകണം, അല്ലെങ്കിൽ മലമുകളിൽ പോകണം. ഈ രണ്ട് സ്ഥലങ്ങളിലെ അന്ന് ദൈവ സാന്നിധ്യം അവർക്ക് അനുഭവിക്കാൻ സാധ്യമായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ ഈശോ പറഞ്ഞു, ഞാൻ എല്ലാ കാലവും എല്ലാ സ്ഥലത്തും ഏത് നേരത്തും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വാസ്തവത്തിൽ നമ്മൾ കർത്താവിനെ ഒന്ന് തുറന്നു വിടണം. പ്രൈസ് ദി ലോർഡ്. നമ്മളിപ്പോഴും കർത്താവിനെ ഒരു മതത്തിന്റെ ചട്ടക്കൂടിനകത്താക്കി വെച്ചിരിക്കുക. എന്നും അനേകരും ധരിച്ചു വെച്ചിരിക്കുന്ന എന്താ പറയുക? ക്രിസ്തു ആരുടെ ദൈവമാണ്? ക്രിസ്ത്യാനിയുടെ ദൈവമാണ്. അങ്ങനെ ഇന്നും അനേകരും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ക്രിസ്ത്യാനിയുടെ ദൈവമാണ് ക്രിസ്തു എന്നാണ്. വാസ്തവത്തിൽ ഒരു മതം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണോ ഈശോ ഇങ്ങോട്ട് വന്നത്? ഒരു മതത്തിന്റെ സ്ഥാപകനായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണോ ഈശോ വന്നത്? ഒരിക്കലുമല്ല. ഒരു മതം സ്ഥാപിക്കാനോ അല്ലെങ്കിൽ മതത്തിന്റെ സ്ഥാപകനാകാൻ ഒന്നുമല്ല. മറിച്ച് ഈശോ വന്നത് എന്തിനാ? ദൈവത്തെ തന്നെ നമുക്ക് തരാൻ വേണ്ടിയിട്ട്, ദൈവത്തിന്റെ മാർഗം നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പോസ്തല പ്രവർത്തനം 24:14 പറയുക,
അവർ ഒരു മതവിഭാഗം എന്ന് വിളിക്കുന്ന മാർഗമനുസരിച്ച്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവത്തെ ഞാൻ ആരാധിക്കുന്നു എന്ന് പൗലോസ് പറഞ്ഞു. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവത്തെ ഞാൻ ആരാധിക്കുന്നു. അവരൊരു മതവിഭാഗം എന്ന് അതിനെ വിളിക്കുന്നു, അവര് മതവിഭാഗം എന്ന് വിളിക്കുന്നു. പക്ഷെ പൗലോസ് പറയും, എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് മതമല്ല, ഇത് മാർഗമാണ്. അതുകൊണ്ടാണ് ക്രിസ്ത്യാനികളെ പണ്ട് മാർഗവാസികൾ എന്ന് വിളിച്ചത്. അവർ മാർഗത്തിൽ വസിക്കുന്നവരാണ്. ക്രിസ്തു മാർഗത്തിൽ, ക്രിസ്തുവിന്റെ മാർഗത്തിൽ, ക്രിസ്തു കാണിച്ചു തന്ന ആ മാർഗത്തിലൂടെ പോകേണ്ടവരാ. അല്ലാതെ നമ്മളൊരു മതത്തിന്റെ ആൾക്കാരായിട്ട് മാറരുത്. പ്രൈസ് ദി ലോർഡ്. വാസ്തവത്തിൽ ഈ മതത്തിന്റെ മതിൽക്കെട്ട് പൊളിക്കാനായിട്ടാണ് ആര് വന്നത്? കർത്താവ് വന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ഈശോ മരിച്ചപ്പോൾ ജെറുസലേം ദേവാലയത്തിന്റെ തിരശ്ശീല മുകള് മുതൽ താഴെ വരെ രണ്ടായി കീറി. മത്തായി 27:51 നമ്മളത് വായിക്കുന്നു. മുകൾ മുതൽ താഴെ വരെ. അപ്പൊ മുകളിൽ നിന്ന് താഴോട്ട് കീറി എന്ന് പറഞ്ഞപ്പോ ആര് കീറി? ആരാ അത് കീറുന്നത്? മനുഷ്യരാലും കീറുകയാണോ? നമ്മൾ കീറുവാണെങ്കിൽ എങ്ങനെ കീറും? താഴെ നിന്ന് മുകളിലോട്ടേ കീറത്തുള്ളൂ. ഇത് മുകളിൽ നിന്ന് താഴോട്ട് കയറി. മാത്രമല്ല, ജെറുസലേം ദേവാലയത്തിലെ തിരശ്ശീലയുടെ പ്രത്യേകത 5 ഇഞ്ച് കനത്തിൽ നെയ്യപ്പെട്ട തുണിയായിരുന്നു. അതിന്റെ കനം 5 ഇഞ്ച് കനത്തിൽ. നമ്മുടെ ഒരു ജീൻസിന് എന്നാകാനം വരും, അല്ലെങ്കിൽ നമ്മുടെ പള്ളിയിൽ ഇട്ടിരിക്കുന്ന ഒരു കർട്ടൻ എന്നാകാനം വരും, ഒരു മില്ലിമീറ്ററുകളുടെ കനം കാണുള്ളൂ, അല്ലേ? ഇത് 5 ഇഞ്ച്, ഏകദേശം ഇത്രയും കനത്തിൽ നെയ്യപ്പെട്ടതായിരുന്നു ജെറുസലേം ദേവാലയത്തിലെ തിരശ്ശീല. അത് മുകളിൽ നിന്ന് കീറി എന്ന് പറഞ്ഞാൽ കർത്താവ് ഈ ജനത്തെയും അതിപരിശുദ്ധ സ്ഥലത്തെയും, ദൈവം വസിക്കുന്ന അതിപരിശുദ്ധ സ്ഥലത്തെയും 3 ഘടകങ്ങളായിരുന്നല്ലോ ജെറുസലേം ദേവാലയം. ഒന്ന് പുറത്തെ പ്രാകാരം എന്ന് പറഞ്ഞാൽ കൊള്ളുകയില്ലാത്തവര്, പാപികള്, അവർക്കൊക്കെ പിടിച്ചു പറിക്കാറ്, മോഷ്ടാക്കള്, അങ്ങനെയുള്ളവരൊക്കെ അവർക്കൊക്കെ നിൽക്കാനുള്ള സ്ഥലം പ്രാകാരം. രണ്ടാമത്തെ സ്ഥലം വിശുദ്ധ സ്ഥലം എന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ കൊള്ളാവുന്നവരൊക്കെ വന്ന് ഇടവയിലെ കുറച്ച് കൊള്ളാവുന്ന ആൾക്കാരൊക്കെ അവരൊക്കെ വന്ന് നിൽക്കുന്ന സ്ഥലം. ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം അതിപരിശുദ്ധ സ്ഥലം. അവിടേക്ക് ആണ്ടിലൊരിക്കൽ പ്രവേശിക്കണമെങ്കിൽ പുരോഹിതന് പോലും പേടിയാ. കാരണം എന്താ? ആ ദൈവം ഇരിക്കുന്ന സ്ഥലമാണ്, അങ്ങോട്ട് കയറണം. അതുകൊണ്ടാണ് പഴയ നിയമ കാലഘട്ടത്തിലെ യഹൂദ പുരോഹിതന്മാര് ആണ്ടിലൊരിക്കൽ ബലിയർപ്പിക്കാൻ വേണ്ടി അൽത്താരയിലേക്ക് കയറുമ്പോൾ അരയിൽ കയറ് കെട്ടിയിട്ട് ആ കയറ് പുറത്തേക്ക് വലിച്ചിടുമായിരുന്നു. എന്തിനാണെന്നറിയോ? ഇവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ മരിച്ചു വീഴും, ഈ ഓൾട്ടറിനകത്ത് മരിച്ചു വീഴും. ഇല്ലേലും മരിക്കും, കാരണം പേടിയാ, പേടിച്ച് മരിച്ചു വീഴും. അപ്പൊ അവിടെ പുരോഹിതന്റെ അവസ്ഥ ഇതാണെങ്കിൽ പിന്നെ നാട്ടുകാരുടെ അവസ്ഥ തന്നെയായിരിക്കും. അപ്പൊ ആർക്കെങ്കിലും പിന്നെ ഇവന്റെ ഡെഡ് ബോഡി എടുക്കാൻ വേണ്ടി കയറി ചെല്ലാൻ പറ്റുമോ? കയറി ചെന്ന് അവനും വീഴും, അവനും മരിച്ചു. അതുകൊണ്ട് കയറ് കെട്ടിയിട്ട് കയറ് പുറത്തോട്ട് വലിച്ചിട്ട് ഈ ഡെഡ് ബോഡി വലിച്ചു പുറത്തോട്ട് ഇറക്കാൻ വേണ്ടിയിട്ട്. പ്രൈസ് ദി ലോർഡ്. യേശു ക്രൂശിൽ മരിച്ചപ്പോ ആ തിരശ്ശീല മുകളിൽ നമുക്ക് കീറിക്കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി ദൈവജനത്തെയും ദൈവ സാന്നിധ്യത്തെയും വേർതിരിക്കുന്ന സകല മതിലുകളും സകല ഘട്ടനകളും കർത്താവ് കീറിക്കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാനിങ്ങനെ വിചാരിക്കുന്നു, പണ്ട് കണ്ട ഗോഡ് ഫാദർ എന്ന് പറഞ്ഞ ഒരു സിനിമയില് NN പിള്ള അവതരിപ്പിച്ച ഒരു കഥാപാത്രമുണ്ട്. ഏറ്റവും അവസാനത്തെ സീനില് ആ വീടിന്റെ ഗേറ്റ് അങ്ങോട്ട് മലർക്കത്തോർന്നിട്ട് മക്കൾ കേറി വാടാ മക്കളെ എന്ന് പറഞ്ഞ പോലെ പിതാവായ ദൈവം സ്വർഗത്തിൽ ഇരുന്നുകൊണ്ട് ആ കത്തം കീറി കളഞ്ഞതുകൊണ്ട് കയറി വാടാ മക്കളെ കൂടെ. ആ ഏറ്റവും പുറകെ നിൽക്കുന്നവർ അവരാദ്യമാണ്. അവര് ഏറ്റവും പുറകിൽ മണ്ഡലത്തിൽ നിൽക്കുന്നവരുണ്ടല്ലോ, പിടിച്ചു പറിക്കാനും മോഷ്ടാക്കാലും കൊലപാതകികളും ആർക്കും വേണ്ടാത്തൊരു മഹാഭാവികളെന്ന് സമൂഹ മുദ്രയിട്ടവര് അവരാദ്യം കയറുക. അങ്ങനെയല്ലേ കുർബാന സ്വീകരിക്കാൻ വരുന്ന പുറയുന്ന മുന്നോട്ട് വരാനാ പറയുന്നത്, തിരക്ക് ഒഴിവാക്കാനായിട്ട്. അപ്പൊ പുറകെ നിൽക്കുന്നവർ ആദ്യം മുന്നോട്ട്, അവരെ ആദ്യം സ്വീകരിക്കുക. പ്രൈസ് ദി ലോർഡ്. അവർക്ക് പറയാം ഹല്ലേലൂയ. ഇനി വേർതിരിവില്ല. ദൈവം വസിക്കുന്ന ഇടവും ദൈവജനവും തമ്മിലുള്ള വേർതിരിവിനെ ക്രിസ്തു ഇല്ലാതെയാക്കി. പ്രൈസ് ദി ലോർഡ്. ഏത് മഹാഭാവിക്കും ഏത് കള്ളനും കൊലപാതകിക്കും എത്ര കൊള്ളുകയില്ലാത്തവനും എന്റെ കർത്താവ് എന്നുള്ള ഒറ്റ വിളിയിൽ ഈ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കയറി ചെല്ലാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. അവർക്ക് പറയാം ഹല്ലേലൂയ. പഴയ നിയമത്തിൽ അങ്ങനെ കയറി ചെല്ലാൻ പറ്റത്തില്ല. അവൻ അവിടെ വെളിയിൽ നിൽക്കാനേ, പള്ളിക്ക് പുറത്ത് നിൽക്കാനേ പറ്റത്തുള്ളൂ. കൊള്ളാവുന്നവർക്ക് മാത്രം ആ രണ്ടാമത്തെ ഇടത്ത് വന്ന് നിൽക്കാൻ പറ്റും. അതിപരിശുദ്ധ സ്ഥലത്തേക്ക് ഒറ്റ ഒരുത്തിന് കയറാൻ പറ്റത്തില്ല.
എന്നാൽ ക്രിസ്തുവിൽ ആ വേർതിരിവുകൾ ഇല്ലാതെയായി. പ്രൈസ് ദി ലോർഡ്. അവിടെ ആർക്കും, ഏതൊരു വ്യക്തിക്കും, ഏത് മഹാഭാവിക്കും യേശുവിന്റെ അടുക്കിലേക്ക്, നീ ക്രിസ്ത്യാനി ആകണമെന്നില്ല, നീ ഏത് ജാതിയിൽപ്പെട്ടവനായിക്കൊള്ളട്ടെ, ഏത് മതത്തിലോ വർഗത്തിലോ പെട്ടവനായിക്കൊള്ളട്ടെ, എന്റെ കർത്താവ് എന്നൊരു ഒറ്റ വിളി, യേശു എന്നൊരു ഒറ്റ വിളി, നീ അവിടെ ചെന്ന് നിൽക്കും. ഈ അതിപരിശുദ്ധ സ്ഥലത്ത് നിൽക്കും. പ്രൈസ് ദി ലോർഡ്. അവിടെ ആ മതിൽക്കെട്ടുകളെല്ലാം പൊളിയുക. ക്രിസ്തുവിൽ മതത്തിന്റെ മതിൽക്കെട്ട് പൊളിയുക. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഇനിയും കർത്താവിനെ ഒരു 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 മതിൽക്കെട്ടിനകത്താക്കി വെക്കരുത്. സ്തോത്രം. അത് പൊളിക്കാനാ കർത്താവ് വന്നത്. അത് പൊളിക്കാൻ വേണ്ടിയിട്ടാണ് സമരിയക്കാരി സ്ത്രീയോട് പറഞ്ഞത്, യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന സമയം വരുന്നു. അതല്ല, അതിപ്പോൾ തന്നെയാണ്, അതിപ്പോൾ തന്നെയാണ്. അവള് പറഞ്ഞു, മെഷിഹ വരുമ്പോ ഒക്കെ ഞങ്ങളെ പഠിപ്പിക്കും. യേശു പറഞ്ഞു, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ്. ഹല്ലേലൂയ. ആ ക്രിസ്തുവിനെ കണ്ടുമുട്ടുമ്പോഴാണ് മതത്തിനപ്പുറത്ത് മനുഷ്യനെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഹല്ലേലൂയ. ക്രിസ്തുവിനെ കണ്ടുമുട്ടിയ ഒരുത്തിനെ സംബന്ധിച്ചിടത്തോളം അവനും മതം എന്നൊരു വിഷയമല്ല കേട്ടോ. വാസ്തവമായിട്ട് നമ്മൾ ക്രിസ്തുവിനെ കണ്ടുമുട്ടിയോ? ഞാൻ ഉറപ്പായിട്ട് നിങ്ങളോട് ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങളിൽ ഈ കൂട്ടത്തിൽ എറണാകുളംകാരൊക്കെ കാണുമായിരിക്കും, ഇല്ലായിരിക്കും, എനിക്കത് അറിഞ്ഞുകൂടാ. ഞാൻ ആരുടെയും പക്ഷം ചേർന്ന് പറയുകയല്ല. ക്രിസ്തുവിനെ കണ്ടുമുട്ടിയിട്ടില്ലാത്തവരുടെ പ്രത്യേകതകളാണ് എറണാകുളത്ത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നീ ക്രിസ്തുവിനെ കണ്ടുമുട്ടിയ ഒരുത്തനാണെങ്കിൽ, ക്രിസ്തുവിനെ ആ വെളിപ്പാട് നിനക്ക് കിട്ടിയവനാണെങ്കിൽ, എങ്ങനെ നിനക്ക് നിന്റെ സഹോദരനെ തെറി വിളിക്കാൻ പറ്റും? എങ്ങനെ നിന്റെ സഹോദരനെ നേരെ കൈ ഉയർത്താൻ പറ്റും? എങ്ങനെ ക്രിസ്തുവിന്റെ പേരും പറഞ്ഞ് നിനക്ക് അടി നടത്താൻ പറ്റും? ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. ഒറ്റ എണ്ണം അവരൊക്കെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും മാത്രം അവർ ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നു. അവരുടെ ഉള്ളിൽ വസിക്കുന്ന ക്രിസ്തുവിനെ അവർ ഇന്ന് വരെ കണ്ടിട്ടില്ല. സ്തോത്രം. അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നുവെങ്കിൽ, ആ വെളിപ്പാട് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ, ക്രിസ്തുവിനെ കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനൊരു സംഭവം ഇവിടെ ഉണ്ടാകത്തില്ലായിരുന്നു. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരും, ഇല്ലെന്ന് പറയാൻ പറയുന്നില്ല. ഇപ്പൊ നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന കുട്ടിക്ക് നമ്മൾ തമ്മിൽ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ വരും, ആശയക്കുഴപ്പങ്ങളൊക്കെ, ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരും. പക്ഷേ അതൊന്നും എനിക്ക് എന്റെ സഹോദരനെ പകയ്ക്കാൻ, അവനെ ദുഷിക്കാൻ, അവനെതിരെ സംസാരിക്കാൻ, അവന് നേരെ കൈ ഉയർത്താൻ, അവനെതിരെ കേസ് കൊണ്ട് കൊടുക്കാൻ അതൊരിക്കലും കാരണമാകത്തില്ല. കാരണം എന്താ? എന്റെ അകത്തിരിക്കുന്ന ക്രിസ്തുവാ അവന്റെ അകത്തിരിക്കുന്ന. പ്രൈസ് ദി ലോർഡ്. ആ വെളിപ്പാട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആരെയും വായിക്കാൻ പറ്റത്തില്ല, നമുക്ക് ആരെയും ദുഷിക്കാൻ നമുക്ക് പറ്റത്തില്ല. നമ്മളിപ്പോഴും ക്രിസ്തുവിനെ വെറും ആചാരാനുഷ്ഠാനങ്ങളിൽ മാത്രം നമ്മൾ തിളച്ചിട്ടിരിക്കുക. പള്ളിക്കകത്ത് ചക്രാരിക്കകത്ത് മാത്രം ഈശോ, അതുപോലും എടുത്ത് ദൂരെ കളയുന്ന അവസ്ഥയിലേക്ക് പരിശുദ്ധ കുർബാന ഏർപ്പിക്കാൻ വരുന്ന വൈദികന്റെ കൊങ്ങായിക്ക് പിടിച്ച് തള്ളി തങ്കീർത്തലോട്ട് കൊണ്ട് ഉന്തി തള്ളിയിടുക. ഞാൻ ആരുടെയും പക്ഷം ചേർന്ന് പറയുകയല്ല, ആരുടെയും പക്ഷം ചേരുകയല്ല കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിനെ കണ്ടുമുട്ടിയ വ്യക്തികളാണെങ്കിൽ ഇങ്ങനെ സംഭവിക്കത്തില്ല. സ്തോത്രം. ഒരു ക്രിസ്തുവിനെ ഇതുവരെ കണ്ടിട്ടില്ല, ആ വെളിപ്പാട് കിട്ടിയിട്ടില്ല. ക്രിസ്തു എവിടെ ഇരിക്കുന്നു എന്നുള്ള വെളിപ്പാട് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് സംഭവിക്കുന്ന അതൊക്കെ. പ്രൈസ് ദി ലോർഡ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ക്രിസ്തു അൾത്താരയിലായിരിക്കുന്നത്. അൾത്താരയിലിരിക്കുന്ന ഒരു കർത്താവിനെ അവർ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഈ അൾത്താര പോലും സമരവേദിയാക്കി മാറ്റുന്നത്. അതുകൊണ്ടാണ് അവിടെ കിടന്നുകൊണ്ട് അടി കിടത്തുന്നത്. അതുകൊണ്ടാണ് വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റാത്തത്, പോട്ടേന്ന് വെക്കാൻ സാധിക്കാത്തത്. സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഭവനത്തിൽ കൂടി വന്നിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയാം, നമ്മളൊരു ഒരു 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 മതത്തിൻ്റെ വക്താവായി തീരാതെ നിങ്ങൾ ക്രിസ്തുവിൻ്റെ വക്താവായി തീരണം. ഈശോയെ വെളിപ്പെടുത്തുന്നവരായിട്ട് മാറണം. നമ്മുടെ ഉള്ളിൽ ജീവിക്കുന്ന ഒരു സാന്നിധ്യം ഉണ്ടെന്ന്, ജീവനുള്ള ഒരു സാന്നിധ്യം നമ്മുടെ അകത്തുണ്ടെന്ന് നമ്മൾ ഇങ്ങനെ ഒരു 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 വാസ്തവത്തിൽ ഇതൊരു എന്താ പറയുക, ഞാൻ ഈ നിങ്ങളോട് പറയുന്നത് ഇതൊരു വെളിപ്പാടാണ്. ഇത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ കേട്ട കാര്യത്തെക്കുറിച്ചൊന്ന് ധ്യാനിക്കണം.
കേട്ട കാര്യത്തെക്കുറിച്ച് ധ്യാനിച്ച്, കർത്താവേ എനിക്ക് ഈ സാന്നിധ്യത്തെ നീ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ചുമ്മാ ഒരു പ്രസംഗ വിഷയമാകാതെ, ഇത് കേവലം ഒരു അറിവാകാതെ, എനിക്ക് കർത്താവെ നിന്റെ സാന്നിധ്യം ഒന്ന് അനുഭവിക്കാൻ തക്കവിധം കർത്താവെ നിന്നെ എനിക്കൊന്ന് വെളിപ്പെടുത്തി തരണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ഉറപ്പായിട്ടും കർത്താവ് നിങ്ങളുടെ ജീവിതത്തോടെ ഇടപെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യോഹന്നാൻ 21 അവിടെ വാസ്തവത്തില് അവര് ഈശോയെല്ലാം വിട്ടിട്ട് അവര് പോയി. ഇനി ഇവന്റെ കൂടെ നടന്നിട്ട് കാര്യമൊന്നുമില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ അവര് വള്ളവും വലയൊക്കെ എടുത്തിട്ട് അവര് തിരിച്ചുപോയി. അപ്പോ ഇതിന് ശേഷം യേശു തിബേരിയാസ് കടൽ തീരത്ത് വെച്ച് ശിഷ്യന്മാർക്ക് വീണ്ടും തന്നെ വെളിപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവം തന്നെ നമുക്ക് ദൈവത്തെ വെളിപ്പെടുത്തി തരണം. ദൈവം തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരണം. അപ്പൊ നമ്മൾ ദൈവസന്നിധിയിൽ മുട്ടുമുട്ടണം. കർത്താവേ, എനിക്ക് നിന്നെ ഒന്ന് വെളിപ്പെടുത്തി തരണം. നീ എന്നെ എൻ്റെ ജീവിതത്തോടെ ഇടപെടണം. നിന്റെ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ടെന്ന് ആ ഒരു ഉറപ്പ് കിട്ടിയാൽ ഏത് നട്ടപ്പാതിരാത്രിക്കും ആ കർത്താവിൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. അവൻ്റെ കൂടെ ഇരിക്കാൻ പറ്റും. ഏത് നട്ടുച്ചയ്ക്കും അത് അനുഭവിക്കാൻ പറ്റും. ഒരു കാടിൻ്റെ മധ്യത്തിലാകപ്പെടുമ്പോൾ, ഒരു മരുഭൂമിയിലായിരിക്കുമ്പോഴും, ഒരു വലിയ ജനക്കൂട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുമ്പോഴും, എവിടെയായിരുന്നാലും നമുക്ക് കർത്താവിൻ്റെ കൂടെ ആയിരിക്കാൻ പറ്റും. ഏത് സാഹചര്യത്തിൽ, സമ്പത്തുള്ളപ്പോഴും സമ്പത്തില്ലാത്തപ്പോഴും, ആരോഗ്യമുള്ളപ്പോഴും ആരോഗ്യമില്ലാത്തപ്പോഴും, സ്തോത്രം, ഏത് സാഹചര്യത്തിലും ഈശോയുടെ കൂടെ ആ സാന്നിധ്യത്തിൽ ആയിരിക്കുവാൻ സ്തോത്രം. ഹല്ലേലൂയ. ആ കരങ്ങളെ ദൈവസന്നിധിയിലേക്കൊന്ന് ഉയർത്തിപ്പിടിക്കാമോ? ആ കരങ്ങളെ ദൈവസന്നിധിയിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ചു. ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഗ്ലോറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. കർത്താവ് ഒരു മതത്തിന്റെ ആൾക്കാരായിട്ട് മാറാതെ, ഹല്ലേലൂയ, ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നവരായിട്ട് മാറാൻ. ഹല്ലേലൂയ. യേശുവേ, ആരാധന ദൈവമേ, സ്തുതിക്കുന്ന കർത്താവേ, ഈശോയെ നന്ദി കർത്താവേ. അങ്ങേ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ കർത്താവേ. അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ, താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവേ, നന്ദി പറയുന്നു. യേശുവേ, ഏത് സാഹചര്യത്തിലും, ഏതവസ്ഥയിലും കർത്താവേ, നീ കൂടെ ഉണ്ടെന്ന്, നീ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന്, നീ ഞങ്ങളെ തള്ളിക്കളയുന്നവനല്ലെന്ന്, ഉപേക്ഷിച്ച് കളയുന്നവനല്ലെന്ന്, ഓ, ആ ഉറപ്പ് ഞങ്ങളുടെ അകത്ത് നിറയ്ക്കുന്നതിനായി സ്തോത്രമപ്പ. ഹല്ലേലൂയ. ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യുകയില്ല എന്ന് ഉറപ്പ് നൽകിയ ദൈവം, ലോകാവസാനത്തോളം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് ഉറപ്പ് നൽകിയ ദൈവം. ഹല്ലേലൂയ. ആ ദൈവം ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നതിനായി സ്തോത്രം. ആ സാന്നിധ്യം ഞങ്ങൾക്ക് പകരണമേ, ആ സാന്നിധ്യം വെളിപ്പെടുത്തണമേ, ആ സാന്നിധ്യം വെളിപ്പെടുത്തണമേ. ഞങ്ങളുടെ ആത്മാവിനെ ഉണർത്തണമേ, ഞങ്ങളുടെ ആത്മാവിനെ ഉണർത്തണമേ, ആത്മാവിനെ ഉണർത്തണമേ. ആത്മാവിനെ ഉണർത്തണമേ, അകത്തെ സാന്നിധ്യത്തെ ഉണർത്തണമേ, അകത്തെ സാന്നിധ്യത്തെ ഉണർത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ അന്ത്യകാലത്തിന്റെ ഈ ഉണർവിൽ കർത്താവേ, ഞങ്ങളെയും അവിടുന്ന് പങ്കാളികളാക്കണമേ. ക്രിസ്തുവിനെ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന വ്യക്തിത്വങ്ങളോട് ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന. ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുന്നവരെ ക്രിസ്തുവിന്റെ ദൈവത്തിന്റെ ആത്മാവ് ക്രിസ്തുവിന്റെ ശരീരമായി മാറുവാൻ ഓരോ ഹൃദയങ്ങളിലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ക്രിസ്തു എന്നിൽ രൂപപ്പെടുന്നതുവരെ എന്ന് പറഞ്ഞ സ്തുതിക്കുന്ന മക്കളെ. ആരാധന, ആരാധന, ആരാധന. സ്വർഗത്തിന്റെ ആത്മാവ് ശക്തമായിട്ട് ഇറങ്ങട്ടെ, സ്വർഗത്തിന്റെ അഗ്നി ഇറങ്ങട്ടെ. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാവരോടും ഈ സുവിശേഷം പ്രസംഗിക്കണം.
എന്നിട്ട് നിങ്ങളുടെ പ്രസംഗം കേട്ട് വിശ്വസിക്കുന്നവരുടെ കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എന്റെ നാമത്തിൽ അവർ പിശാചുക്കളെ ബഹിഷ്കരിക്കും, അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും, ഹല്ലേലൂയ, അവർ പുതിയ ഭാഷകൾ സംസാരിക്കും. ആമേൻ, ഹല്ലേലൂയ. യെസ്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ധ്യാനഗുരുക്കന്മാർ പ്രാർത്ഥിക്കുമ്പോൾ നല്ല പറഞ്ഞു. സ്തോത്രം. പ്രത്യേക സിദ്ധി കിട്ടിയവർ പ്രാർത്ഥിക്കുമ്പോൾ നല്ല പറഞ്ഞത്. പിന്നെയോ വിശ്വസിക്കുന്ന നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സൗഖ്യപ്പെടും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പിശാചുക്കൾ പുറത്തു പോകും. ഹല്ലേലൂയ. നിങ്ങൾ പുതിയ ഭാഷകൾ സംസാരിക്കും. ഇത് ഭാഷാപരത്തോടെ സ്തുതിക്കുന്നതിനെ കുറിച്ച് മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്. പിന്നെയോ നിങ്ങളുടെ ഭാഷ മാറാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം കൂടെ എപ്പോഴും പറയുമ്പോ ഒടിഞ്ഞു, ഇനി ഗതി പിടിക്കുന്നില്ല, രക്ഷപ്പെടത്തില്ല, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുടെ ഭാഷ മാറാൻ പോവുകയാണ്. ഹല്ലേലൂയ. കർത്താവ് കൂടെ ഉണ്ടെന്ന് പേടിക്കേണ്ടെന്ന്. ഹല്ലേലൂയ. ദൈവം സഹായിക്കുമെന്ന്. ഏത് പ്രതിസന്ധി വരുമ്പോഴും നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന അയ്യോ തീർന്നു, മുടിഞ്ഞു, എല്ലാം നശിച്ചു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുടെ ഭാഷ മാറുമെന്ന്. കർത്താവ് സഹായിക്കുമെന്ന്. ഹല്ലേലൂയ. അവർ പുതിയ ഭാഷകൾ സംസാരിക്കും. ഹല്ലേലൂയ. ധൈര്യത്തിന്റെ ഭാഷ സംസാരിക്കും. ദൈവം കൂടെ ഉണ്ടെന്ന് അവർ പറയും. ഹല്ലേലൂയ, സ്തോത്രം. അവർ രോഗികളുടെ മേൽ കൈകൾ വെക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. വിശ്വസിക്കുന്നവരുടെ കൂടെയുള്ള അടയാളമാണിത്. ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സൗഖ്യപ്പെടും. നിങ്ങൾ രോഗിയെ കണ്ടാൽ എന്ത് ചെയ്യണം? എവിടെയുള്ള ഇവിടെ രോഗിയുണ്ട്, ഈ രോഗിക്ക് വേണ്ടി അതിന്റെ ആവശ്യമില്ല, നിങ്ങൾ തന്നെ അങ്ങോട്ട് പ്രാർത്ഥിച്ചോണം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സൗഖ്യപ്പെടും. ക്രിസ്തുവിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് വെളിപ്പെടുത്തി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വിടുതലുകൾ സംഭവിക്കും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾ സംസാരിക്കുമ്പോൾ, നിങ്ങളുടെ വാക്ക് പറയുമ്പോൾ അവിടെ ദൈവത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെടും. ദൈവത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെടും. ഹല്ലേലൂയ. ഒരു നിമിഷം ഇരുന്നാണ്, 10 നിമിഷം. നമ്മൾ ഈ സത്യത്തെ നമുക്കൊന്ന് വെളിപ്പെടുത്തി കിട്ടി, നമ്മൾ അതിലൊന്ന് ആ കർത്താവിനോടുള്ള ബന്ധത്തിൽ നമ്മളങ്ങോട്ട് വളരാൻ തുടങ്ങിയാൽ അപ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ പറയുകയാണ്. വിശ്വാസികളായ നമ്മിലേക്ക് പ്രവഹിക്കുന്ന അവന്റെ അപരിമേയമായ ശക്തിയുടെ മഹനീയത എത്ര മാത്രമെന്ന് ഞാൻ വ്യക്തമാക്കട്ടെ. ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ പിതാവിന്റെ വലതുഭാഗം തിരുത്തുകയും ചെയ്തപ്പോൾ അവനിൽ പ്രവർത്തിച്ചത് ഈ ശക്തിയാണ്. എവിടെ ആ ശക്തി? എവിടെ ഇരിക്കുന്നപ്പോ? നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നു. ഹല്ലേലൂയ. സൂപ്പർനാച്ചുറൽ പവർ. ഹല്ലേലൂയ. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച് സ്വർഗത്തിൽ പിതാവിന്റെ വലതുഭാഗം തിരുത്തിയപ്പോൾ യേശുവിൽ പ്രവർത്തിച്ച ആ സെയിം പവർ, അതേ പുനരുത്ഥാനത്തിന്റെ ശക്തി ഇപ്പൊ എവിടെ ഇരിക്കുന്നു? നമ്മുടെ ഉള്ളിലിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനം 1 നമ്മൾ വായിക്കുന്നു, അവർ നോക്കി നിൽക്കെ അവൻ ഉന്നതങ്ങളിലേക്ക് സമ്മോഹിക്കപ്പെട്ടു. യേശു. ശിഷ്യന്മാർ നോക്കി നിൽക്കെ. സാധാരണ ഒരു കല്ലെടുത്ത് മുകളിലോട്ട് എറിഞ്ഞാൽ ആ ഏറിന്റെ ആക്കം കൊണ്ട് കുറച്ച് മുകളിലോട്ട് പോകും. പക്ഷേ ഈ ഭൂമിക്ക് ഒരു ആകർഷണ ശക്തി ഉള്ളത് കൊണ്ട് തിരിച്ച് താഴോട്ട് പോരും. സ്തോത്രം. അത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ ആ പ്രകൃതി ശക്തിയെ അതിലംഘിക്കുന്ന മറ്റൊരു ശക്തി, ഹല്ലേലൂയ, ഒരു സൂപ്പർ നാച്ചുറൽ പവർ. ഹല്ലേലൂയ. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച് അങ്ങ് മുകളിലേക്ക് കൊണ്ടുപോയി. ഹല്ലേലൂയ. ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തെ അതിലംഘിക്കുന്ന മറ്റൊരു ശക്തി അവിടെ പ്രവർത്തിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പറയുന്ന പിടികിട്ടുന്നുണ്ടോ? മറ്റൊരു ശക്തി അവിടെ പ്രവർത്തിച്ചു. ആ സൂപ്പർ നാച്ചുറൽ പവർ എന്റെ നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കണം. നമ്മൾ
ഞങ്ങളിലേക്ക് വസിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ സകല സിദ്ധാന്തങ്ങൾക്കും അപ്പുറത്ത് അതിനെയെല്ലാം അതിലംഘിക്കുന്ന ഒരു അത്ഭുത ശക്തി, ഒരു സൂപ്പർ നാച്ചുറൽ പവർ നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു. സ്തോത്രം. ഈ സത്യത്തിന്റെ വെളിപ്പാട് കിട്ടിക്കഴിഞ്ഞാൽ സാധാരണക്കാരായ മനുഷ്യർ അവർ അസാധാരണ മനുഷ്യരായിട്ട് മാറും. Praise the Lord. ഹല്ലേലൂയ. 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 ഈ സത്യത്തെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, കൂടുതൽ പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഈ ശക്തിയിൽ നിറഞ്ഞ് ഒരു ജീവിതം നയിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ അറിയാനും പറ്റും, അനുഭവിക്കാൻ പറ്റും. ഏപ്രിൽ മാസം 20-ാം തീയതി മുതൽ 20, 21, 22 3 ദിവസം തന്നെ ഇല്ല, ശരിക്കും 48 മണിക്കൂറേ വരുന്നുള്ളൂ. പാലായിക്കടുത്ത് കൊടുമ്പടി ധ്യാന കേന്ദ്രത്തിൽ നമ്മുടെ അടുത്ത ധ്യാനം മിശിഹ അനുഭവ ധ്യാനം എന്ന് പറഞ്ഞാൽ മിശിഹായെ അനുഭവിക്കുക. 2 ദിവസമുള്ളൂ. ഞായറാഴ്ച വൈകിട്ട് തുടങ്ങും, 6 മണിക്ക് തുടങ്ങും. തിങ്കൾ കഴിഞ്ഞ് ചൊവ്വാഴ്ച വൈകുന്നേരം തീരും. ചൊവ്വാഴ്ച വൈകിട്ട് 8 മണിക്ക്, അങ്ങനെ പ്രാവശ്യം ക്രമീകരിച്ചിരിക്കുന്നത്. ഞായറാഴ്ച വൈകുന്നേരം 6 മണിക്ക്. ആ ഞായറാഴ്ചയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആ ഞായറാഴ്ച ഈസ്റ്റർ ഞായറാഴ്ചയാണ്. അപ്പോൾ ഒരു പ്രശ്നമുള്ളതാണ്, ഈ അകത്തിരിക്കുന്നവൻ, ഫ്രിഡ്ജിനകത്തിരിക്കുന്നവൻ പ്രശ്നമുണ്ടാക്കും. അത് പലർക്കും വലിയ വിഷയമാണ്. അതുകൊണ്ട് ഞാൻ സെൻട്രൽ മദറിനോട് അവിടെ പറഞ്ഞിട്ടുണ്ട്, വളരെ നമുക്ക് തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയൊക്കെ ഒരു കുറവും വരരുത്, നല്ല ഫുഡ് അവിടെ ഉണ്ടാകും. അല്ലെങ്കിൽ ഞായറാഴ്ച നിങ്ങൾ കുറച്ച് കയ്യിലെടുത്തോണ്ട് പോകുന്നാലും കുഴപ്പമില്ല, അത്രയും വിഷമമുണ്ടെങ്കിൽ. ഈസ്റ്റർ ഞായറാഴ്ച വൈകുന്നേരം തുടങ്ങും, ചൊവ്വാഴ്ച വൈകുന്നേരം 2 ദിവസമുള്ളൂ. മതി, 2 ദിവസം ധാരാളമാണ്. ജോയിച്ചേട്ടൻ വന്ന് കൂടിയതാണ്. 2 ദിവസം നമുക്ക് ധാരാളമാണ്. ആ 2 ദിവസത്തിൻ്റെ അകത്ത് ഈ പുനരുത്ഥാനത്തിൻ്റെ ശക്തി എങ്ങനെയാണ് നമ്മിൽ വർക്കൗട്ട് ആകുന്നത് അത് നമ്മൾ നന്നായിട്ട് പഠിക്കും. നമുക്ക് ആ സാന്നിധ്യത്തിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്.